എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യം സത്യം പറഞ്ഞാൽ പഠിപ്പിക്കുന്നതാണ്. ഞാൻ പഠിപ്പിക്കാൻ വലിയ കഴിവുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ബാക്ക് ബെഞ്ചേഴ്സാണ് സമൂഹത്തിൽ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് മുതൽ തന്നെ നിങ്ങൾക്ക് ഈ പറയുന്ന ഗവൺമെൻറ് നയരൂപീകരണത്തിനകത്ത് വലിയ പ്രാധാന്യം കിട്ടും. ശരിയാണ്. നമസ്കാരം. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ ഇങ്ങ് വരാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾ ഒരുപാട് ആൾക്കാർ നന്നായിട്ടിരുന്ന് പഠിക്കുന്നുണ്ട്, ഒരുപാട് ആൾക്കാർ നല്ല എഫേർട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അറിയണ്ടേ നിങ്ങളുടെ ജോബ് പ്രൊഫൈൽ എന്തായിരിക്കും? നിങ്ങൾക്ക് നാളെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റായിട്ട് ജോലി കിട്ടിയാൽ, സെക്രട്ടേറിയറ്റ് ഒരു ജോലി കിട്ടിയാൽ നിങ്ങൾക്ക് അവിടെ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, സമൂഹത്തിന് വേണ്ടി എന്തൊക്കെ മാറ്റങ്ങൾ നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റും. മാത്രമല്ല നമ്മൾ എക്സിക്യൂഷനും തന്നെ അത് കഴിഞ്ഞ് നമ്മുടെ ഒരു വിഷനും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്താണ്, അങ്ങനെ ജോബ് പ്രൊഫൈൽ എന്താണ്, പ്രൊമോഷൻ ചാൻസ് എന്താണ്, എവിടേക്കാണ് നിങ്ങൾക്ക് നിയമനങ്ങൾ കിട്ടുന്നത്, നിങ്ങളൊരു കുഞ്ഞു പ്രായത്തിൽ ജോലിക്ക് കയറിയാൽ നിങ്ങൾക്ക് എവിടെ വരെയൊക്കെ നിങ്ങൾക്ക് എത്താൻ പറ്റും, എങ്ങനെ ട്രാൻസ്ഫറിൻ്റെ ചാൻസ് ഒക്കെ പോസിബിലിറ്റി ഒക്കെ ഉണ്ടോ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാനുണ്ടെങ്കിൽ നിങ്ങളുടെ എല്ലാ ചോദ്യങ്ങളുടെയും ഉത്തരം നമുക്ക് ഈ ഒരൊറ്റ സെഷനിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം നമ്മുടെ കൂടെയുള്ളത് രാജേന്ദ്രൻ സാറാണ്. സെക്രട്ടേറിയറ്റിൽ 30 വർഷത്തെ സർവീസ് ഉള്ള സാർ, അതൊരു വലിയൊരു പീരീഡാണ്. 30 വർഷത്തെ സർവീസ് ഉള്ള അഡീഷണൽ സെക്രട്ടറിയായിട്ട് റിട്ടയർ ചെയ്ത രാജേന്ദ്ര സാറാണ് നമ്മുടെ കൂടെ ഉള്ളത്. സോ സാറിനെ നമ്മുടെ കൂടെ കിട്ടിയതിൽ നമുക്ക് അഭിമാനമുണ്ട്. അപ്പോൾ നേരെ നമുക്ക് സാറിലേക്ക് പോവാം. സാറേ, വെൽക്കം ടു ദ സെഷൻ. നമസ്കാരം. നമസ്കാരം സാർ. എനിക്ക് ഒരുപാട് ചോദ്യങ്ങളുണ്ട്. അപ്പം ഞാൻ ചോദിക്കുന്നത് ആക്ച്വലി എൻ്റെ മാത്രം ചോദ്യങ്ങളല്ല, നമ്മുടെ പിള്ളേരുടെ മൊത്തം ചോദ്യങ്ങളാണ് എന്ത് ചെയ്യുന്നത് ഞാൻ സാറിനോട് ചോദിക്കുന്നത്. അപ്പോൾ സാറ് ഫസ്റ്റ് ഞാൻ ചോദിക്കുകയാണെങ്കിൽ, സാറിൻ്റെ കരിയർ പാത്ത്, അതായത് സാറ് പ്രിപ്പയർ ചെയ്തു, സാറിൻ്റെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തു, അവിടെ നിന്ന് ജോലിയിലേക്ക് വന്നു, പിന്നെ അത് കഴിഞ്ഞ് നേരെ ജോബ് പ്രൊഫൈൽ, സാറിൻ്റെ ഒരു പ്രിപ്പറേഷൻ എങ്ങനെയായിരുന്നു? ഞങ്ങളുടെ കാലത്ത് ശരിക്കും ഏത് വിദ്യ പഠിക്കുന്ന ഒരാളും, ബിടെക്കിന് പോകുന്ന ആളും PhDക്ക് പോകുന്ന ആളും PGക്ക് പോകുന്ന ആളും ഞങ്ങളുടെ നാട്ടിലെ ടൈപ്പ് റൈറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് പോവുകയും ടൈപ്പിംഗ് പഠിക്കുകയും ചെയ്തിരുന്നു. കാരണം ജോലി ആകപ്പാടെ ഗവൺമെൻറ് ജോലി മാത്രമേ ഉള്ളൂ. ശരിക്കും ഇൻഡസ്ട്രീസ് കേരളത്തിലില്ല, മറ്റുള്ള സെക്ടേഴ്സൊക്കെ വളരെ കുറവാണ്. ഈ പറയുന്ന ഈ സർവീസ് സെക്ടർ വന്നിട്ടില്ല, ആകെ ഗവൺമെൻറ് ജോലിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ശരിക്കും കോളേജിൽ പഠിച്ചു, റാങ്കോടുകൂടി MCOM പാസ്സായി. അപ്പോൾ ഞാൻ തീർച്ചയായിട്ടും ഈ കോളേജിലെ ലെക്ചറായിട്ട് പോകാൻ വേണ്ടി ഉടുപ്പൊക്കെ തച്ച് റെഡിയായിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാനൊരിക്കലും സെക്രട്ടേറിയറ്റിലെ ഒരു ജോലിയെപ്പറ്റി ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ല. ഞാൻ ശരിക്കും അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുകയായിരുന്നു. നിർഭാഗ്യവശാൽ അല്ലെങ്കിൽ ഭാഗ്യവശാൽ എനിക്ക് ശരിക്കും കോളേജ് ലെക്ചറായിട്ട് ആ ഇൻ്റർവ്യൂവിൽ എനിക്കത് കിട്ടിയില്ല. അതെനിക്ക് വലിയ ഒരു ഷോക്കായിട്ടുള്ളൊരു സമയമായിരുന്നു. പക്ഷേ അപ്പോഴേക്കും ഞാൻ എൻ്റെ കരിയർ പാത്ത് ഞാൻ ആൾറെഡി ആരംഭിച്ചു കഴിഞ്ഞു. ശരിക്കും ഞാൻ ആദ്യമായിട്ട് ജോലി കയറുന്നത് പയ്യൻകോ എന്ന് പറയുന്ന ഒരു പബ്ലിക്കേഷൻസ്, ഈ പൂമ്പാറ്റ പബ്ലിക്കേഷൻ, പയ്യങ്കോയുടെ പബ്ലിക്കേഷനാണ് പൂമ്പാറ്റ എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ പയ്യങ്കോയ്ക്ക് കേരളത്തിനകത്ത് തിരുവനന്തപുരത്ത്, എറണാകുളത്ത്, കോഴിക്കോട് അങ്ങനെ ധാരാളം ഷോപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവർ മാനേജ്മെൻറ്റ് ട്രെയിനി ആയിട്ട് കുറേ ആൾക്കാരെ വിളിക്കുകയും ഞാൻ അതിനകത്ത് അപ്ലൈ ചെയ്യും. എനിക്കത് കിട്ടുകയും ഞാൻ മാനേജ്മെൻറ്റ് ട്രെയിനി ആയിട്ട് 2 മാസം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് മിൽമ, KCMMF മിൽമയിൽ മാർക്കറ്റിംഗ് ഓർഗനൈസർ എന്ന് പറയുന്ന ഒരു തസ്തിക പുതുതായിട്ട് സൃഷ്ടിക്കുകയും ചെറുപ്പക്കാരായ കുറേ പേരെ വിളിച്ച് ടെസ്റ്റ് നടത്തി, ഇൻ്റർവ്യൂ നടത്തി, അതിനകത്ത് ഫസ്റ്റ് റാങ്കോടുകൂടി എനിക്ക് അതിനകത്തും ജോലി കിട്ടി. അതെനിക്ക് ഭയങ്കര, അതായത് 1986 കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ പയ്യൻകോയിൽ ഞാൻ 2-3 മാസം വർക്ക് ചെയ്തു. അത് നേരെ ജമ്പ് ചെയ്ത് മിൽമയിൽ മാർക്കറ്റിംഗ് ഓർഗനൈസർ ട്രെയിനി ആയിട്ട് ജോലി കയറി 2 വർഷം വർക്ക് ചെയ്ത് നല്ല രസമുള്ള ഒരു വർക്കായിരുന്നു. ശരിക്കും നല്ല യൂത്ത്ഫുൾ ആയിട്ടുള്ള കുറേ നല്ല മിടുക്കന്മാരായ കുറേ ആൾക്കാരുടെ കൂടെയാണ് ഞങ്ങൾ ചെയ്തത്. അവിടുത്തെ മാനേജ്മെൻറ്റും നല്ല രസമുള്ളൊരു അവസരമായിരുന്നു. അങ്ങനെ ആ 2 വർഷം കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്താണ് ഇതിനു മുമ്പ് എപ്പോഴോ ഞാൻ എഴുതിയ 2-3 PSC ടെസ്റ്റ് എഴുതിയിട്ടുണ്ട്. അതിൽ എപ്പോഴും എഴുതിയ ഒരു PSC ടെസ്റ്റിൽ എനിക്ക് റാങ്കിൽ വന്നു എന്ന് പറഞ്ഞുകൊണ്ട് അഡ്വൈസ് മെമ്മോ ആയിട്ട് അമ്മ എന്നെ കാണാൻ വേണ്ടിയിട്ട്, അപ്പോൾ ഞാൻ കല്യാണം കഴിച്ച് എനിക്കൊരു കൊച്ചു മോളുണ്ട്. ഈ മിൽമയിൽ കയറുന്ന ആ സമയത്താണ് എൻ്റെ കല്യാണം കഴിഞ്ഞത്. അപ്പോൾ 2 വർഷം കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ഈ സെക്രട്ടേറിയറ്റിലെ അഡ്വൈസും കൊണ്ട് എൻ്റെ അമ്മ, ഞാൻ വേറെ സ്ഥലത്ത് നിൽക്കുകയായിരുന്നു, അപ്പോൾ അവിടെ വരികയും അഡ്വൈസ് ചെയ്യും. അപ്പോൾ അതിന് എനിക്ക് 110 റാങ്ക്. ശരിക്ക് ടെസ്റ്റ് എഴുതി പബ്ലിഷ് ചെയ്തു, റിസൾട്ട് പബ്ലിഷ് ചെയ്തെന്ന് പോലും നോക്കിയിട്ടില്ല. ശരിക്കും അഡ്വൈസ് വരുമ്പോൾ മാത്രമാണ് ഞാനത് അറിയുന്നത്. അങ്ങനെയാണ് ഞാൻ സെക്രട്ടേറിയറ്റ് സർവീസിൽ വരുന്നത്. അപ്പോൾ ആ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ശരിക്കും ഇത്രയും കോമ്പറ്റീഷൻ ഇല്ലെങ്കിലും ഞങ്ങൾക്ക് ആകപ്പാടെ ഗവൺമെൻറ് ജോലി മാത്രമേ ഉള്ളൂ എന്നുള്ളത് നിൽക്കുകയും ഞാൻ ശരിക്കും കോളേജിൽ കയറാൻ പറ്റുമെന്ന് പ്രതീക്ഷിച്ച് കിട്ടാതെ നിരാശനാകാതെ കിട്ടിയ ജോലികളിലൊക്കെ കയറി ഇരിക്കുമ്പോഴാണ്
ഗവൺമെൻറ്റിലേക്ക് ഒരു ജോലി വരുന്നത്. ഇപ്പോൾ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ശരിക്കും എനിക്ക് പ്രിൻസിപ്പളായിട്ട് റിട്ടയർ ചെയ്യാമായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ അഡീഷണൽ സെക്രട്ടറി റിട്ടയർ ചെയ്ത് നോക്കിയാൽ എനിക്ക് അങ്ങനെ യാതൊരു വിഷമം എൻ്റെ സർവീസിൽ. കാരണം എനിക്ക് ഭയങ്കരമായിട്ട് പല കാര്യങ്ങളിൽ ഇൻവോൾവ് ചെയ്യാനും പല കാര്യങ്ങളും മനസ്സിലാക്കാനും പലയിടത്തും പോകാനും വരാനും എനിക്ക് നല്ല രീതിയിൽ സർവീസിൽ റിട്ടയർ ചെയ്യാനും പറ്റിയെന്നുള്ളത് കൊണ്ട് തീർച്ചയായിട്ടും എനിക്ക് ആ ഒരു പണ്ട് കോളേജിൽ കയറാൻ പറ്റിയില്ലല്ലോ എന്നുള്ളൊരു വിഷമം എനിക്ക് കിട്ടി. സാറേ അതേപോലെ സാർ ഇപ്പോൾ പറഞ്ഞല്ലേ, ഇപ്പം ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം പറയണം സാറേ. അതായത് പണ്ട് സാർ എക്സാം എഴുതി, ഞാൻ അറിഞ്ഞില്ല മുമ്പെങ്ങാണ്ട് ഒരു എക്സാം അങ്ങനെ വന്നു, സംഭവം വന്നു. പക്ഷേ ഇന്ന് പക്ഷെ ഒരു കാലം ഞാൻ പറയാം സാറേ, പണ്ട് വേറൊരു അവസരങ്ങളില്ലായിരുന്നു. അതായത് ഗവൺമെൻറ് എന്നൊരു സെക്ടർ മാത്രമേ രാജാവായിട്ട് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ പ്രൈവറ്റ് സെക്ടറുണ്ട്, കുറച്ചും കൂടെ അവസരങ്ങളുണ്ട്. പക്ഷേ സെക്യൂരിറ്റി എന്നൊരു ഫാക്ടർ, ജോബ് സെക്യൂരിറ്റി വളരെ വലിയ ഫാക്ടറാണ്. അപ്പോൾ സാറേ ഈ പഴയ സാർ ഒരുപാട് ജനറേഷനെ കണ്ട ആൾക്കാരാണ്, സെക്രട്ടറിയിൽ ഒരുപാട് തലമുറ ജോലി ചെയ്യാൻ വന്ന ആൾക്കാരാണ്. അപ്പോൾ ഈ പണ്ടത്തൊരു കോമ്പറ്റീഷനും ഇപ്പോൾ പിള്ളേർ പറയുന്നൊരു കോമ്പറ്റീഷനും സാർ എന്താ സാർ തോന്നിയിട്ടുള്ളതിനകത്ത്? കാരണം വെച്ചാൽ പണ്ട് ഇത്രയും വലിയ ഒരു കോമ്പറ്റീഷൻ ഇല്ലായിരുന്നു. ശരിയാണ്. ഇപ്പോൾ ശരിക്കും ഇൻഫർമേഷൻ ധാരാളം അവൈലബിൾ ആണ്. ഈ പറയുന്ന പോലെ കോച്ചിങ് സെൻറ്റേഴ്സ് ഉണ്ട്. അതുകൊണ്ട് ലെവൽ ഓഫ് കോമ്പറ്റീഷൻ, ആ കോമ്പറ്റീഷൻ്റെ ഒരു ഇഷ്യൂ ഉണ്ട് എന്നുള്ളത് ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ അതുപോലെ തന്നെ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഈ ഗവൺമെൻറ്റിലേക്ക് വരാൻ ആഗ്രഹിക്കുമ്പോഴത്തേക്ക് നമ്മൾ മറ്റുള്ള അവൈലബിലിറ്റിയെ പറ്റിയിട്ടും പറയണം. ജീവിതത്തിനകത്ത് സാധ്യതകൾ അനവധിയാണ് സാറേ. അതേപോലെ ഇപ്പം എല്ലാവരും അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു ജോലി, ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് സാറേ. അതായത് ഇപ്പം സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റായിട്ട് ഒരാൾ കയറിയാൽ അയാളുടെ ജോലി എന്താണ്, അയാളുടെ ജോബ് പ്രൊഫൈൽ എന്താണ്, എന്താ അവിടെ ചെയ്യേണ്ടത്? സെക്രട്ടേറിയറ്റ് എന്ന് പറയുന്നത് സെക്രട്ടേറിയറ്റ് ടു ദി ക്യാബിനറ്റ് ആണ്. അവിടെ ഇരിക്കുന്ന ഒരു സെക്രട്ടറി എന്ന് പറയുന്നത് സെക്രട്ടറി ടു ഗവൺമെൻറ് ആണ്. ഇപ്പോൾ ഞാൻ റിട്ടയർ ചെയ്ത് അഡീഷണൽ സെക്രട്ടറി ടു ഗവൺമെൻറ് എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ അതിൽ അണ്ടർ സെക്രട്ടറി മുതൽ അങ്ങനെയാണ് വിളിക്കുന്നത്. അണ്ടർ സെക്രട്ടറി ടു ഗവൺമെൻറ് എന്നാണ് പറയുന്നത്. അതായത് ഈ ഗവൺമെൻറ് എന്ന് പറയുന്ന അതിന് വേണ്ട സപ്പോർട്ട് കൊടുക്കുന്ന, അവർ പോളിസി മേക്കിങ്ങിന് വേണ്ട സഹായങ്ങൾ ചെയ്യുകയാണ് സെക്രട്ടേറിയറ്റ് ചെയ്യേണ്ടത്. അത് ഒരു നമുക്ക് നമ്മുടെ ബോഡിയെ എടുക്കുകയാണെങ്കിൽ നമ്മുടെ തല ആണ് നമ്മുടെ സെക്രട്ടേറിയറ്റ്. പക്ഷേ നമ്മുടെ ആംസ് ആൻഡ് ലെഗ്സ് ആണ് മറ്റുള്ള ഡിപ്പാർട്ട്മെൻറ്റ്സ്. ആ ഡിപ്പാർട്ട്മെൻറ്റ്സ് ആണ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. ആ ഡിഫറൻസ് നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം സെക്രട്ടേറിയറ്റിലേക്ക് വരുന്നത്. അപ്പോൾ സെക്രട്ടേറിയറ്റിലേക്ക് വരുന്ന ഒരാളും ശരിക്കും അല്ലാത്ത ലൈൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ടെസ്റ്റുകൾ എഴുതുന്ന ആൾക്കാരും തമ്മിലുള്ളൊരു പ്രധാനപ്പെട്ട വ്യത്യാസം, അവർ ജനങ്ങളുമായി ഡയറക്റ്റ് ഇൻട്രാക്ട് ചെയ്യുന്നു, ജനങ്ങൾക്കുള്ള സേവനങ്ങൾ കൊടുക്കുന്നു. സെക്രട്ടേറിയറ്റിലുള്ളവർ അത്തരം ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് വേണ്ട പോളിസികൾ ഡെവലപ്പ് ചെയ്യുന്നു. ആ ഓരോ ഗവൺമെൻറ്റിനും ഓരോ അജണ്ട ഉണ്ടാവും. ഇപ്പോൾ ഇടതുപക്ഷ സർക്കാരിന് ഒരു പ്രത്യയശാസ്ത്രപരമായ ഒരു ഉണ്ടാവും. അങ്ങനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് അവരുടേതായ കാര്യങ്ങൾക്കനുസരിച്ച് ഈ പോളിസികളിൽ മാറ്റങ്ങൾ ഉണ്ടാക്കി അവർക്ക് നല്ല രീതിയിൽ ഡെലിവറി ചെയ്യത്തക്ക രീതിയിലുള്ള നയങ്ങൾ രൂപീകരിക്കുന്നതിന് സഹായിക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്തമാണ് സെക്രട്ടേറിയറ്റിനുള്ള. അതിൻ്റെ ആദ്യത്തെ ചവിട്ടുപടിയാണ് ഈ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് എന്ന് പറയുന്നത്. വളരെ പ്രധാനപ്പെട്ട റോളാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ സെക്രട്ടേറിയറ്റിലെ ജോബ് പ്രൊഫൈൽ ഞാൻ പറയാം. ജോബ് പ്രൊഫൈൽ പറയുന്നതിന് മുമ്പ് അതിൻ്റെ ലാഡർ എന്ന് ഞാൻ പറയാം. സെക്രട്ടേറിയറ്റിൽ ഒരു അസിസ്റ്റൻ്റായിട്ടാണ് ഞാനും സർവീസിൽ കയറിയത് 1988. സെക്രട്ടേറിയറ്റിൽ അസിസ്റ്റൻ്റ് ഒരു ചെറിയ സെക്ഷനിൽ ഒരാളാണ്. അവിടെ ഒരു സെക്ഷൻ ഓഫീസറും അദ്ദേഹത്തിൻ്റെ കീഴിൽ 3-4 അസിസ്റ്റൻറ്റുമായിട്ട് ആണ് ഏറ്റവും സെക്രട്ടേറിയറ്റ് ഏറ്റവും ലോവർ യൂണിറ്റ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള 2-3 സെക്ഷൻ്റെ ചാർജുള്ള ഒരാളാണ് ഈ സെക്ഷൻ ഓഫീസറുടെ മുകളിലുള്ള ഒരു അണ്ടർ സെക്രട്ടറി. അദ്ദേഹം മുതലാണ് ഒരു ഓഫീസറായിട്ട് കണക്കാക്കപ്പെടുന്നത്. സെക്ഷൻ ഓഫീസർ ആണെങ്കിലും സെക്രട്ടേറിയറ്റിലെ നമ്മുടെ സബ് ഇൻസ്പെക്ടർ കാര്യം പറയുമ്പോൾ സബ് ഇൻസ്പെക്ടർ അല്ല, ഇൻസ്പെക്ടർ എന്ന് പറയുന്നത് സർക്കിൾ ഇൻസ്പെക്ടറാണ് എന്ന് പറയുമ്പോൾ പോലെ സെക്രട്ടേറിയറ്റിൽ ഒരു ഓഫീസർ എന്ന് പറയുന്നത് അണ്ടർ സെക്രട്ടറിയാണ്. അപ്പോൾ സെക്ഷൻ ഓഫീസർ ഒരു പ്രൊമോഷൻ പോസ്റ്റാണ്. അപ്പോൾ അസിസ്റ്റൻറ്റിൻ്റെ പ്രൊമോഷൻ പോസ്റ്റാണ് സെക്ഷൻ ഓഫീസർ പ്രൊമോഷൻ പോസ്റ്റാണ് അണ്ടർ സെക്രട്ടറി കഴിഞ്ഞാൽ പ്രൊമോഷൻ പോസ്റ്റാണ് ഡെപ്യൂട്ടി സെക്രട്ടറി കഴിഞ്ഞാൽ പ്രൊമോഷൻ പോസ്റ്റാണ് ജോയിൻറ്റ് സെക്രട്ടറി കഴിഞ്ഞാൽ പ്രൊമോഷൻ പോസ്റ്റാണ് അഡീഷണൽ സെക്രട്ടറി. ഇപ്പോൾ വേറൊരു പ്രൊമോഷൻ പോസ്റ്റ് സ്പെഷ്യൽ സെക്രട്ടറി എന്നൊരു പോസ്റ്റ് കൂടി വന്നിട്ടുണ്ട്. ഈ സെക്രട്ടറി എന്ന് പറയുന്നത് നോർമലി IAS കിട്ടി വരുന്ന ആൾക്കാരാണ് പൊതുവെ സെക്രട്ടറിമാരാകുന്നത്. ഈ സെക്രട്ടറിമാരുടെ ഏകദേശം അതേ ലെവലിലാണ് നമുക്ക് ഈ സ്പെഷ്യൽ സെക്രട്ടറി ആകുമ്പോഴോ അഡീഷണൽ സെക്രട്ടറി ആകുമ്പോഴോ കിട്ടുന്ന ഒരു വിലയെന്ന് പറയുന്നത്. ഡെപ്യൂട്ടി സെക്രട്ടറി ലെവൽ മുതൽ അത് ഒരു ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റാറ്റസാണ്. ഒരു ഡയറക്ടറുടെ സ്റ്റാറ്റസിലാണ് ഡെപ്യൂട്ടി സെക്രട്ടറി ഇരിക്കുന്നത്. അപ്പോൾ സ്റ്റാറ്റസ് വൈസുമായിട്ടൊക്കെ നല്ലൊരു പൊസിഷനാണ്. പക്ഷേ ഈ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് മുതൽ തന്നെ നിങ്ങൾക്ക് ഈ പറയുന്ന ഗവൺമെൻറ് നയരൂപീകരണത്തിനകത്ത് വലിയ പ്രാധാന്യം കിട്ടും.
ശരിയാണ്. നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇപ്പം നിങ്ങൾ ശരിക്കും സെക്ഷൻ ഓഫീസറാണോ, അസിസ്റ്റൻ്റ് ആണോ, അണ്ടർ സെക്രട്ടറി ആണോ, അഡീഷണൽ സെക്രട്ടറി ആണോ, അല്ലെങ്കിൽ സെക്രട്ടറി ആണോ എന്നുള്ളതില്ല. നിങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് നിങ്ങൾ പരമാവധി കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ഈവൻ ആസ് എ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് ഗവൺമെൻറ്റിൻ്റെ പോളിസിയിൽ നിങ്ങൾക്ക് ഭാഗഭാക്കാക്കാൻ പറ്റും. നിങ്ങൾക്ക് ആ പോളിസിയുടെ ഒരു 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 നയം എങ്ങനെ അല്ലെങ്കിൽ ആ നയരേഖയിനകത്തുള്ള ഒരു കോമ്പണൻറ്റിനെ പറ്റി വളരെ ക്ലിയർ ആയിട്ടുള്ള അഭിപ്രായം പറയാൻ പറ്റും. നിങ്ങൾക്ക് അഡ്വൈസ് കൊടുക്കാൻ പറ്റും. അതായത് അഡ്വൈസ് എടുക്കേണ്ടത് മന്ത്രിയോ മന്ത്രിസഭയോ മുഖ്യമന്ത്രിയോ ഒക്കെയാണ് എടുക്കേണ്ടത്. ആ അഡ്വൈസിന് ആ തീരുമാനത്തിന് കൊടുക്കേണ്ട അഡ്വൈസ് ചിലപ്പോൾ ഒരു അസിസ്റ്റൻ്റ് ആയിരിക്കും കൊടുക്കുന്നത്. നല്ലപോലെ വർക്ക് ചെയ്യുന്ന ഒരു അസിസ്റ്റൻ്റ് ആണെങ്കിൽ ചിലപ്പോൾ അതായിരിക്കും അദ്ദേഹത്തിൻ്റെ അഭിപ്രായമായിരിക്കും എല്ലാവരും ശരിവെച്ച് മുഖ്യമന്ത്രി വരെ പോകുന്നത്. അപ്പോൾ സെക്രട്ടറി അസിസ്റ്റൻ്റ് മുതൽ വളരെ ഇമ്പോർട്ടൻറ്റ് പൊസിഷനിലാണ് നിങ്ങൾ വന്ന് എത്തിയിരിക്കുന്നത്. ശരിക്കും ഞാൻ പറഞ്ഞില്ലേ, ശരിക്കും സെക്രട്ടേറിയറ്റ് എന്ന് പറയുന്നത് തലയാണെന്നല്ലേ പറഞ്ഞത്. പക്ഷേ ഈ നമ്മുടെ കൈകാലുകൾ എന്ന് പറയുന്നതാണ് ഇപ്പോൾ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ്, റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ്, അതുപോലെ ഒരു 10-40 ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട്. ഈ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ എല്ലാ അധികാരങ്ങളും ഡിപ്പാർട്ട്മെൻറ്റിന് കൊടുത്തിട്ടില്ല. കുറേയൊക്കെ സെൻട്രലൈസേഷൻ ഉണ്ട്. ക്യാബിനറ്റ് ആയിരിക്കും പലത് തീരുമാനിക്കുന്നത്, അല്ലെങ്കിൽ ഗവൺമെൻറ്റിലായിരിക്കും പലത് തീരുമാനിക്കുന്നത്. ഈ ഗവൺമെൻറ്റിൽ തീരുമാനിക്കുന്നത് പറയുന്നത് സെക്രട്ടറിയിൽ തീരുമാനിക്കുന്നതാണ്. അപ്പോൾ ധാരാളം ലൈൻ ഡിപ്പാർട്ട്മെൻറ്റിലെ പല കാര്യങ്ങളിലും ഡെസിഷൻ എടുക്കേണ്ടത് സെക്രട്ടറിയിലാണ്. ഇപ്പം ഞാൻ പറഞ്ഞ നയം മാത്രമല്ല, ആക്ച്വൽ ഇംപ്ലിമെൻറ്റേഷനിലെ പല കാര്യങ്ങളിലും നമ്മളിവിടെ തീരുമാനം എടുക്കുന്നുണ്ട്. അപ്പം അതാണ് ശരിക്കും നിങ്ങൾക്ക് ശരിക്കും ഇപ്പോഴല്ല, ഒരു കഴിഞ്ഞ ആദ്യത്തെ പിണറായി സർക്കാരിൻ്റെ സമയത്ത് അദ്ദേഹം ചുമതലയെടുക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് നിങ്ങളുടെ കയ്യിൽ ആൾക്കാരുടെ ഫയൽ എന്ന് പറയുന്നത് ഒരു പേപ്പറല്ല, ജീവിതമാണെന്ന് പറയുന്നത്. അത് വളരെ വളരെ സത്യമാണ്. ശരിക്കും നമ്മൾ പലപ്പോഴും ഫയലായിട്ടാണ് കാണുന്നത്, പേപ്പറായിട്ടാണ് കാണുന്നത്, ഒരു കേസായിട്ടാണ് കാണുന്നത്. അതേസമയം അത് ഒരാളുടെ ജീവിതമായിരിക്കും. അപ്പോൾ അത്തരം ധാരാളം ഫയലുകൾ വരും. അതിനകത്ത് നമുക്ക് വളരെ പോസിറ്റീവ് മൈൻഡ് സെറ്റോടുകൂടി നിയമം അനുവദിക്കുന്ന അതിനകത്ത് പരമാവധി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഒരു കറക്റ്റ് റെക്കമെൻഡേഷൻ കൊടുക്കാൻ പറ്റും. ആ റെക്കമെൻഡേഷൻ കൊടുക്കുന്നത് പോലും ഈ ശരിക്കും നമ്മുടെ സെക്രട്ടേറിയറ്റ് ഓഫീസ് മാനുവൽ പ്രകാരം സെക്ഷൻ ഓഫീസറും അസിസ്റ്റൻറ്റും അല്ല ശരിക്കും അഡ്വൈസ് കൊടുക്കേണ്ടത്, ഓഫീസർ മുതൽ ആവണം എന്ന് പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെയല്ല ആക്ച്വലി നടക്കുന്നത്. ഒരു താഴത്തെ ലെവലിലുള്ള ഈ സെക്രട്ടറി അസിസ്റ്റന്റ് മിടുക്കനാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ അഡ്വൈസ് ആയിരിക്കും ശരിക്കും എല്ലാവരും ശരിവെച്ച് മുകളിൽ പോകുന്നത്. അദ്ദേഹത്തിൻ്റെ അഡ്വൈസ് ആയിരിക്കും അവസാനം ഡിസിഷനായിട്ട് വരുന്നത്. അത് എനിക്ക് എൻ്റെ ലൈഫിന് ധാരാളം അനുഭവം ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ വരുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. നമ്മളിത്രയും പഠിച്ചതും നമ്മളിത്രയും അതിനകത്ത് കഷ്ടപ്പെട്ടതും ശരിക്കും എല്ലാവരും അംഗീകരിച്ച് അതൊരു ഡിസിഷനായി മാറുമ്പോൾ അത് നമുക്കൊരു ഭയങ്കര അതാണ് ജോബ് സാറ്റിസ്ഫാക്ഷൻ. ജോബ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് മണിയിൽ കൂടെ കിട്ടുന്നതല്ല. നമ്മൾ ചെയ്യുന്ന ജോലിയിലുള്ള നമ്മുടെ ആത്മാർത്ഥതയും നമ്മുടെ ഹാർഡ് വർക്കും മറ്റുള്ളവർ അംഗീകരിക്കുമ്പോഴും അത് അംഗീകരിച്ച് അത് ഡിസിഷനായി മാറുമ്പോഴും അത് സമൂഹത്തിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റിനെ പറ്റി ആലോചിക്കുമ്പോഴുമാണ് ശരിക്കും നമുക്ക് ജോബ് സാറ്റിസ്ഫാക്ഷൻ. ഹാർഡ് വർക്ക് കൊണ്ട് മാത്രമേ ജോബ് സാറ്റിസ്ഫാക്ഷൻ. തീർച്ചയായിട്ടും ഹാർഡ് വർക്കാണ്. ഗവൺമെൻറ്റിൽ വർക്ക് ചെയ്യാൻ വരുന്നവർക്ക് അവർ നമ്മുടെ മറ്റുള്ള എല്ലാ കാര്യങ്ങളും ഗവൺമെൻറ് ടേക്ക് കെയർ ചെയ്യില്ലേ. ഇപ്പോൾ പോലും എൻ്റെ ജീവിതം ഗവൺമെൻറ് ടേക്ക് കെയർ ചെയ്യണം. പിന്നെ ഞാനെന്തിനാ വിഷയം സത്യം നമുക്ക് ധൈര്യമായിട്ട് ഹാർഡ് വർക്ക് ചെയ്യാം. ഹാർഡ് വർക്ക് ചെയ്യുന്നവർക്ക് പറ്റിയൊരു മേഖലയാണ് സെക്രട്ടറി. സാർ ഈ പറഞ്ഞൊരു വലിയ പോയിന്റാണ്. അതായത് ഒരു കുട്ടി എന്തുകൊണ്ട് ഒരു ഗവൺമെന്റ് സർവീസിലേക്ക് വരണമെന്ന് ചോദിച്ചാൽ എല്ലാവരും കാണുന്നൊരു വലിയ ഫാക്ടർ സെക്യൂരിറ്റിയാണ്. ജോബ് സെക്യൂരിറ്റി മാത്രമല്ല, നമ്മൾ ജോലി ചെയ്ത് കഴിഞ്ഞാലും നമ്മുടെ പെൻഷൻ ആയി കഴിഞ്ഞാലും ആ സമയം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യും, ഗവൺമെന്റ് നമ്മളെ ടേക്ക് കെയർ ചെയ്യും. അതൊരു വലിയ കാര്യമാണ്. എല്ലാവരും ഫോക്കസ് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ട് തന്നെയാണ്. ഓക്കെ സാർ, ഇനി ഞാൻ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ. ഇപ്പം ഞാൻ എൻ്റെ ഒരു പേഴ്സണലായിട്ടൊരു കേസ് എടുക്കുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും സന്തോഷം കിട്ടുന്ന മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ, ഞാനൊരു ടീച്ചറാണ്. ഒരു ക്ലാസ് എടുത്ത് കഴിയുമ്പോൾ പിള്ളേരുടെ കണ്ണുകളിൽ കാണുന്ന ഒരു തിളക്കമുണ്ട്. ആ തിളക്കമാണ് എൻ്റെ ഏറ്റവും വലിയ സാറ്റിസ്ഫാക്ഷൻ. അതേപോലെ സാറിൻ്റെ ലൈഫിൽ സാറിന് ഈ കരിയർ കൊണ്ട് കിട്ടിയതിൽ ഏറ്റവും ഒരു പീക്കായിട്ടുള്ളൊരു സന്തോഷമുള്ള മൊമെൻ്റ് ഏതായിരിക്കും? ഇനി അങ്ങനെ ഒരു മൊമെൻ്റായിട്ട് പറയാൻ പറ്റും. ഈ നമ്മൾ ടീച്ചറാണെന്നുള്ളത് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യം സത്യം പറഞ്ഞാൽ പഠിപ്പിക്കുന്നതാണ്. ഞാൻ പഠിപ്പിക്കാൻ വലിയ കഴിവുണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞൂടാ, പക്ഷെ ഞാൻ അതാണ് ആഗ്രഹിച്ചത്. അതായിരുന്നു ആ സമയത്ത്. കാരണം എനിക്ക് സബ്ജക്റ്റ് നല്ല നോളജ് ഉണ്ടായിരുന്നത് കൊണ്ട് അത് മറ്റുള്ള കുട്ടികൾക്ക് എനിക്കപ്പോൾ എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് അറിയാമായിരുന്നു കേട്ടോ. എങ്ങനെയാണ് കാരണം ഇതെല്ലാം
ഇപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഈ പരീക്ഷയൊന്നും വലിയ കാര്യമൊന്നുമല്ല എന്നുള്ള ഇപ്പോൾ അറിയാം. ഈ പരീക്ഷയിൽ മാർക്ക് കിട്ടിയത് കൊണ്ട് നമ്മൾ ഒരിടത്തും എത്തില്ല എന്നുള്ളത് എനിക്കറിയാം. ഇതൊക്കെ വെറും ഒരു നമുക്ക് വേറൊരു പരിശോധനാ രീതി ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഈ പഴയ ഓൾഡ് ഇത് ഫോളോ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ആ ടെക്നിക്ക് എനിക്കറിയാം എങ്ങനെയാണ് ഒരു പരീക്ഷയെ സമീപിക്കേണ്ടത്, എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യേണ്ടത്, എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞില്ല, എനിക്ക് നല്ല മാർക്കുകൾ കിട്ടിയതിൻ്റെ കാരണം അതുകൊണ്ടാണ്. അതിന് ഈ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ അതൊരു വലിയ കാര്യമാണെന്ന് ഇപ്പം വിശ്വസിക്കുന്നില്ല. ഒരിക്കലും അത് വലിയ കാര്യമല്ല. പക്ഷെ വേറെ ഇവാലുവേഷൻ മെക്കാനിസം ഇല്ലാത്തതുകൊണ്ട് പരീക്ഷ ഞാൻ അതാണ് പറയാൻ വന്നത്. ഞാൻ ഇപ്പോഴും ഏറ്റവും കൂടുതൽ ഞാൻ ബാക്ക് ബെഞ്ചേഴ്സാണ്. ഞാൻ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന ബാക്ക് ബെഞ്ചേഴ്സിനാണ്. കാരണം ഈ ബാക്ക് ബെഞ്ചേഴ്സ് എന്ന് പറയുന്നത് ഫുൾ ഓഫ് എനർജിയുള്ള ആൾക്കാരാണ്. ഞാനൊക്കെ എന്നും ഈ ഫ്രണ്ട് ബെഞ്ചിലിരുന്ന് പഠിച്ച ഒരാളാണ്. ഞാനൊക്കെ നമ്മൾ പഠിക്കുകയും പരീക്ഷയ്ക്ക് നല്ല മാർക്കിങ് കിട്ടുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മളെന്തോ വലിയ ഒരു സംഭവമാണെന്ന് വിചാരിച്ചു പോകുന്നൊരവസരമുണ്ട്. ആക്ച്വലി ഈ സമൂഹത്തിനകത്ത് വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ മുഴുവനും ബാക്ക് ബെഞ്ചേഴ്സാണ്. ഈ നമ്മുടെ ക്ലാസ് മുറികൾ, നമ്മുടെ പഠിപ്പിക്കുന്ന രീതി, നമ്മുടെ പരീക്ഷയുടെ സമ്പ്രദായം, ഇതെല്ലാം ഇതിനെപ്പറ്റി എനിക്ക് വിശ്വാസമില്ലാതായി എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ ഒരു സത്യം. ഒരാളിൻ്റെ കഴിവ് മനസ്സിലാക്കുകയും അയാളായിട്ട് വരാൻ സഹായിക്കുകയും ചെയ്യുന്ന ഒരു സമ്പ്രദായമാണ് ഉണ്ടാവേണ്ടത്. അല്ലാതെ ഏതെങ്കിലും വിഷയം കാണാതെ പഠിക്കുകയും അത് അതേപോലെ ഛർദ്ദിച്ചു വയ്ക്കുകയും അതുവഴി 50-50 മാർക്ക് വാങ്ങിക്കുന്നതിൽ ഒരർത്ഥവും ഇല്ല എന്നാണ് ഞാൻ എൻ്റെ ജീവിതത്തിനകത്ത് മനസ്സിലാക്കിയൊരു കാര്യം. ബാക്ക് ബെഞ്ചേഴ്സാണ് സമൂഹത്തിൽ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുള്ളത്. നമ്മൾ പറയാൻ പറ്റുന്ന ഏറ്റവും ഏതാളിനെടുത്താലും പലരും ബാക്ക് ബെഞ്ചേഴ്സ് ആയിരുന്നു. ബാക്ക് ബെഞ്ചേഴ്സിൻ്റെ കഴിവില്ലാത്തവരെന്നുള്ള അർത്ഥം അവർ ഈ സമ്പ്രദായത്തിൽ വിശ്വസിക്കുന്നില്ല. ഇങ്ങനെ കാണാൻ പഠിക്കുന്നതിൽ വിശ്വസിക്കുന്നില്ല. ഈ ടീച്ചറിന് മുമ്പിൽ ഇങ്ങനെ നല്ല കുട്ടിയായിട്ട് ഇരുന്ന് കൊടുക്കുന്നതിൽ വിശ്വസിക്കുന്നു. അവർക്ക് ഫുൾ ഓഫ് എനർജിയാണ്, അവർക്ക് പലതും ചെയ്യാൻ പറ്റും. അപ്പോൾ അത്തരം കുട്ടികളെ കണ്ടെത്തി അവരെ പ്രോത്സാഹിപ്പിക്കുകയും അവരുടെ കഴിവുകളെ കൂടുതൽ മിനുക്കിയെടുക്കാൻ സഹായിക്കുന്ന ഒരു വിദ്യാഭ്യാസ സമ്പ്രദായമാണ് നമുക്ക് വേണ്ടത്. അങ്ങനെ വരുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും അതാണ് വേണ്ടത്. നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിനകത്ത് കാര്യമായ ഒരു തകരാറുണ്ട്. അത് സാറേ, ഇപ്പോഴത്തെ ഒരു ജനറേഷൻ ഞാൻ നോക്കുകയാണെങ്കിൽ സാറേ, നമ്മൾ ഒരു കോമ്പറ്റേറ്റീവ് എക്സാം സെൻറ്ററിൽ വന്നിരിക്കുന്ന ആൾക്കാർ ചിലപ്പോൾ ക്ലാസ്സിൽ ഫസ്റ്റ് കിട്ടിയോ സെക്കൻഡ് കിട്ടിയോ തേർഡ് കിട്ടിയ ആളല്ല. അവർ ആക്ച്വലി പുറകിൽ നിൽക്കുന്ന ആൾക്കാരായിരിക്കും, ആവറേജ് പഠിക്കുന്ന ആൾക്കാരായിരിക്കും. ഇവർ ഒരുപാട് എഫേർട്ട് കൊടുത്താണ് എന്ത് ചെയ്യുന്നത് ഇപ്പോൾ കയറി പോകുന്നത്. ഇപ്പോഴത്തെ പിള്ളേരും ഒരു 2016 വരെ 2017 വരെയൊക്കെ ആണെങ്കിൽ കുറേ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് പഠിച്ചുകൊണ്ട് പോയി ജോലി കിട്ടും. അതൊരു ഓണസ്റ്റ് ആണ്. പക്ഷേ ഒരു 2020 തൊട്ടാണെങ്കിൽ PSC പാറ്റേൺ ഒന്ന് മാറ്റി. അപ്പോൾ ആ പാറ്റേൺ ഞാൻ പൂർണ്ണമായിട്ട് അംഗീകരിക്കുന്ന ഒരാളാണ്. കാര്യം എഫേർട്ട് കൊടുക്കുക, അതുപോലും എനിക്ക് പൂർണ്ണമായിട്ടും ശരിയാണെന്ന് എനിക്ക് വിശ്വാസമില്ല. കാരണം വെച്ചാൽ അത് ഇമ്പ്രൂവ്മെൻ്റ് ആണ്. ഇമ്പ്രൂവ്മെൻ്റ് എന്നേ പറയാൻ പറ്റുള്ളൂ. സത്യത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പരീക്ഷയ്ക്ക് മാർക്ക് വാങ്ങിക്കേണ്ടത് എങ്ങനെയാണെന്നുള്ള ടെക്നിക്ക് എനിക്ക് അറിയാമെന്ന് പറഞ്ഞില്ലേ. അതിലൊരു ടെക്നിക്കാണ് പഴയ 10 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് ആൻസർ ചെയ്യാന്നുള്ളത്. ഈ സിവിൽ സർവീസ് ഉൾപ്പെടെ ഉള്ളതിനകത്തുള്ള ഏറ്റവും വലിയ ഒരു പരീക്ഷയെ പ്രിപ്പയർ ചെയ്യുന്ന രീതി എന്ന് വെച്ചാൽ കഴിഞ്ഞ 10 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക, എല്ലാ ക്വസ്റ്റ്യനും ആൻസർ ചെയ്യുക. ആൻസർ ചെയ്യാമെങ്കിൽ എൻ്റെ കാലത്തെ കാര്യം ഞാൻ ഇപ്പോൾ പറയുന്നത്, ഇപ്പോഴത്തെ കാര്യമല്ല, നമുക്ക് പരീക്ഷയ്ക്ക് 100-ൽ 95-ന് മുകളിൽ മാർക്ക് കിട്ടത്തക്ക രീതിയിൽ ചെയ്യാൻ പറ്റും. ഏതൊക്കെ വിഷയങ്ങളുണ്ടെങ്കിലും അതിന് എന്തിനൊക്കെ ചോദിക്കാൻ പറ്റുള്ളൂ എന്നും ഏതൊക്കെ ചാപ്റ്റേഴ്സാണ് ഫോക്കസ് ചെയ്യേണ്ടതെന്നുള്ളതും പരീക്ഷയ്ക്ക് മാർക്ക് വാങ്ങിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ക്വസ്റ്റ്യൻ എന്താണെന്ന് പഠിക്കുക എന്നുള്ളതാണ്. ക്വസ്റ്റ്യൻ ഇട്ട ആൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാക്കി അതിന് ആൻസർ ചെയ്യാൻ പറ്റിയാലേ പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ ധാരാളം ടെക്നിക്കുകളുണ്ട്. പിന്നെ പഠിക്കുന്ന രീതിയിൽ തന്നെ ടെക്നിക്ക്. ഞാൻ ശരിക്കും എൻ്റെ ഒരു ഉദാഹരണം പറയാം. അത് ഇപ്പോഴത്തെ കുട്ടികളോട് ഒരിക്കലും പൊരുത്തപ്പെടില്ല എന്നും എനിക്കറിയാം. എൻ്റെ സമയത്തൊക്കെ ഞാൻ പഠിച്ചിരുന്നത്, ഒന്നുകിൽ ഞാൻ വൈകുന്നേരം കോളേജ് വിട്ട് വീട്ടിൽ വരുന്നു, 6-6:30 ആകുമ്പോൾ വീട്ടിലെത്തുന്നു, ഞാൻ കയറി കിടന്ന് ഉറങ്ങുന്നു. 9:30-10 മണിയാകുമ്പോൾ വീട്ടുകാരെ ജോലിയൊക്കെ തീർത്ത് എനിക്കുള്ള ആഹാരം മേശപ്പുറത്ത് വെച്ചിട്ട് അവർ പോയി കിടക്കുന്നു. അവർ കിടന്നതിന് ശേഷം ഞാൻ കഴിക്കുന്നു. പിന്നെയുള്ള ഒരു 3-4 മണിക്കൂറാണ് എൻ്റെ മണിക്കൂർ, പഠിക്കാനുള്ള മണിക്കൂർ, അല്ലെങ്കിൽ 4-5 മണിക്കൂർ. പക്ഷേ ആ സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിൻ ഡ്രോപ്പ് സൈലൻ്റാണ്. നമുക്ക് വേറെ യാതൊരു ആക്ടിവിറ്റിയും പറ്റത്തില്ല. വീട്ടിന് വെളിയിലിറങ്ങാനോ മുറിക്ക് വെളിയിറങ്ങാനോ പറ്റത്തില്ല. ശരിക്ക് നമ്മളെ തടസ്സപ്പെടുത്താനോ അല്ലെങ്കിൽ നമ്മുടെ ശ്രദ്ധ മാറ്റാനുള്ള ഒരു സാധനങ്ങളും അന്നില്ല. പ്രത്യേകിച്ച് മൊബൈലൊന്നും ഇല്ല. ആ സമയം നമുക്ക് പരമാവധി, അതായത് ഒരു ദിവസം 2 ദിവസം പഠിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ഈ 4 മണിക്കൂർ കൊണ്ട് പഠിക്കാം. ഇല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിരാവിലെ എഴുന്നേൽക്കുക. ഞാൻ ഇപ്പോഴും
ഞാനൊരു ഓൾഡ് സ്കൂളിൻ്റെ ആളാണ്. അതായത് രാവിലെ 4-4:30 മണി അതാണ് എൻ്റെ എനിക്കും സമയം. പലപ്പോഴും എന്നെ വീട്ടിൽ വൈഫ് വഴക്കുറയുന്ന മുഴുവൻ ഇതിലുണ്ട്. കാരണം അവർക്ക് രാവിലെ 6:30 വരെ ഉറങ്ങണമെങ്കിൽ ഞാൻ 4:30 കഴിച്ചാൽ നാച്ചുറലി അവർ ഉണർന്നു പോകും. അപ്പോൾ പിന്നെയുള്ള ചിലപ്പോൾ ഡീപ്പ് സ്ലീപ്പ് കിട്ടിയെന്ന് വരും, കിട്ടിയില്ലെന്ന് വരും. പക്ഷേ ഞാൻ അങ്ങനെ ശീലിച്ചു പോയി. 4:30 എഴുക്കുന്ന ആൾ ശരിക്കും പഠിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, 3 മണിക്ക് എഴുന്നേക്കും. അപ്പോൾ 3 to 8 എന്ന് പറയുമ്പോൾ 5 മണിക്കൂർ കിട്ടും കണ്ടിന്യൂസ് ആയിട്ട്. ആ 5 മണിക്കൂർ പഠിക്കുന്നത് 10 മണിക്കൂർ പഠിക്കുന്നില്ല, 15 മണിക്കൂർ പഠിക്കുന്ന നോക്കി 5 മണിക്കൂർ പഠിക്കാൻ പറ്റും. അപ്പോൾ ഇത് രണ്ടുമാണ് പഠിക്കുന്നതിൻ്റെ ഒരു ടെക്നിക്ക്. ഞാൻ അതേ ടെക്നിക്ക് ഇതിനെ ജോലിയിൽ കൊണ്ടുവന്നു. ഞാൻ സെക്രട്ടറി അസിസ്റ്റൻ്റ് ആയപ്പോഴും ശരിക്കും ഞാൻ ഫയലൊന്നും വീട്ടിൽ കൊണ്ടുപോകാൻ പാടില്ല. പക്ഷേ ചില ഫയലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബാക്ക് ഫയൽസ് എന്ന് പറയും. ചില കാര്യങ്ങൾക്ക് നമ്മൾ നേരത്തെ എന്ത് ചെയ്തു, നേരത്തെ എന്ത് ഡിസിഷൻ എടുത്തു, അല്ലെങ്കിൽ എങ്ങനെയാണ് അത് നിൽക്കുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ബാക്ക് ഫയൽ പഠിക്കേണ്ടി വരും. അത് പഠിക്കുന്ന 2-3 മണിക്കൂറൊക്കെ വേണ്ടി വരും. അത് വലിയ തടിച്ച ഫയലൊക്കെ. അപ്പോൾ അത്തരം ഇത് നമുക്ക് ബാഗിനകത്ത് ആരും കാണാതെ ഫയലിട്ട് വീട്ടിൽ കൊണ്ടുപോയി വീട്ടിൽ ഇരുന്നിട്ട് വീട്ടിൽ എത്തുമ്പോൾ താമസിക്കും. അപ്പോൾ നമ്മൾ എന്താണ് നമ്മുടെ രാവിലത്തെ പകലത്തെ വർക്കൊക്കെ കഴിഞ്ഞ് നമ്മൾ വളരെ ക്ഷീണതയായി അപ്പോൾ കിടന്നുറങ്ങും. രാവിലെ എഴുന്നേക്കും 3 മണിക്ക് അല്ലെങ്കിൽ 2 മണിക്ക് 2:30 മണിക്ക് അലാറം വെച്ചിട്ട് എഴുന്നേറ്റ് നമ്മൾ ഇത് നമ്മൾ വായിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് കിട്ടാത്ത ഇതവിടെ കിട്ടും. അപ്പോൾ കിട്ടും. അപ്പോൾ ഡിഫിക്കൽട്ട് ഫയൽസ് ഒക്കെ കൈകാര്യം ചെയ്യാൻ ഏറ്റവും അപ്പം മാത്രമല്ല, ഞാൻ റിട്ടയർ ചെയ്യുന്നത് വരെയും ഞാൻ ഓഫീസിൽ വരുന്നതിന് മുമ്പ് ഒരു ഓഫീസിലെ ഒരു ദിവസത്തെ ജോലി തീർത്തിട്ടായിരിക്കും ഓഫീസിൽ വരുന്നത്. അത് എന്നെ എപ്പോഴും എന്നെപ്പറ്റി ഞാൻ പറയുമ്പോൾ ഞാനൊരു ആവറേജ് ആളായിട്ടേ പറയാറുള്ളൂ. കാരണം പഠിക്കാനാണെങ്കിൽ ആവറേജ്, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു എബോ ആവറേജ് എന്ന് പറയാം. ജോലി ചെയ്യാനാണെങ്കിൽ എന്തിനും ഞാനൊരു എബോ ആവറേജ് പേഴ്സൺ മാത്രമാണ്. ഞാനൊരു ഭയങ്കര എക്സ്ട്രാ ഓർഡിനറി ഒരു ജീനിയസ് ടൈപ്പ് ഒരു കക്ഷിയേ അല്ല. പക്ഷേ ഓൺലി ബിക്കോസ് ഓഫ് മൈ ഹാർഡ് വർക്ക് ഐ കുഡ് ഡു സംതിങ്. തീർച്ചയായിട്ടും. അപ്പോൾ നമ്മൾ ജീനിയസ് ഒന്നും ആവണമെന്നില്ല. പക്ഷേ എന്തിനും ഹാർഡ് വർക്ക് എന്നുള്ളത് നമ്മളെ വേറൊരു ലെവലിലേക്ക് എത്തി. തീർച്ചയായിട്ടും. എൻ്റെ കൂടെയൊക്കെ ഉണ്ടായിരുന്ന മിടുക്കന്മാർക്ക് പലതും ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റിയത് ഓൺലി ത്രൂ ദിസ് ഹാർഡ് വർക്ക്. തീർച്ചയായിട്ടും. അത് എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അതായത് ഈ വർക്കിംഗ് ക്ലാസ് ഉണ്ട്, അതായത് ജോലിക്ക് പോകുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവർ പറയും എനിക്ക് ജോലി ഉള്ളതുകൊണ്ട് പഠിക്കാൻ പറ്റുന്നില്ല, പ്രൈവറ്റ് സെക്ടറിൽ വർക്ക് ചെയ്യുന്നു പഠിക്കാൻ പറ്റുന്നില്ല, ഇന്ന കാരണം കൊണ്ട് പഠിക്കാൻ പറ്റുന്നില്ല. സാർ ഈ പറഞ്ഞൊരു പോയിന്റ് നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നു. അതായത് സാറ് 3 മണി മുതൽ രാവിലെ 8 മണി വരെ വർക്ക് ചെയ്യും. നമ്മൾ ചിലപ്പോൾ ഉറങ്ങുന്ന സമയമായിരിക്കും. അപ്പോൾ ആ സമയം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കണ്ടെത്താൻ പറ്റും, പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ഒന്ന് ആലോചിച്ചൊക്കെ പകല് ചിലപ്പോൾ ഇരുന്നാൽ പോലും 5 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കാൻ പറ്റിയെന്ന് വരത്തില്ല. പക്ഷേ നമ്മൾ രാത്രി ഒന്ന് നേരത്തെ ഉറങ്ങിയിട്ട് രാവിലെ നേരത്തെ എണീറ്റാൽ 5 മണിക്കൂർ ഒരു ഇന്റർഫിയറും ഇല്ലാതെ, ഇന്റർഫറൻസും ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യും, നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കാൻ പറ്റും. അപ്പോൾ അവിടെ നമുക്ക് സമയം എന്ത് ചെയ്യാം, നമുക്ക് മാനേജ് ചെയ്യാം. 2, നമ്മൾ ഈ എന്താ പറയുക, ഹാർഡ് വർക്ക് എന്നൊരു സാധനം അതുണ്ടെങ്കിൽ എന്ത് ചെയ്തു ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ആവത്തുള്ളൂ. അല്ല നമ്മൾ ആരെയോ ബോധിപ്പിക്കാൻ വേണ്ടി 1 മണിക്കൂർ പഠിക്കുന്നു, ജോലി കിട്ടുന്നില്ല, PSC കുറ്റം പറയുന്നു, അതല്ല. 2 മണിക്കൂർ പഠിക്കുന്നു, ജോലി കിട്ടുന്നില്ല, PSC കുറ്റം പറയുന്നു, അതല്ല. എഫേർട്ട് കൊടുത്തുകൊണ്ടിരിക്കുക, കണ്ടിന്യൂസ് ആയിട്ട് 4, 5, 6 മണിക്കൂർ എന്ത് ചെയ്യാൻ പഠിക്കുക. ഉറപ്പായിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഏതൊരു എക്സാമിനും നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. അത് എക്സാം ആയിക്കോട്ടെ, ലൈഫിൽ ഏതൊരു മൊമെന്റ് ആയിക്കോട്ടെ, നമുക്ക് ഏതെങ്കിലും ഒരു സാധനം വേണം, ഒരു ഗോൾ അച്ചീവ് ചെയ്യണം, ഹാർഡ് വർക്ക് അത് മാൻഡേറ്ററി ആണ്, അത് ചെയ്തേ പറ്റുള്ളൂ. സാർ അടുത്ത് അവിടെ ഒന്നും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട കാരണം ഞാൻ എന്നെ പറ്റി പറയുന്നത് ഞാൻ വളരെ മിടുക്കനായിട്ട് ഉദ്ദേശിക്കുന്ന ഒരാളുടെ ഉദാഹരണം കൂടെ പറയുമ്പോൾ അത് ചെയ്യാം. കെ ജയകുമാർ IAS, അദ്ദേഹം ഇപ്പോൾ IMGയുടെ ഡയറക്ടറാണ്. അദ്ദേഹം റിട്ടയർ ചെയ്തിട്ട് എത്രയോ വർഷം കഴിഞ്ഞ് ഇപ്പോഴും അദ്ദേഹം ഗവൺമെൻറ് വർക്ക് ചെയ്യണം. അദ്ദേഹം ഒരു ആർട്ടിസ്റ്റാണ്, അദ്ദേഹം ഒരു ഗാനരചയിതാവാണ്. അദ്ദേഹത്തിന് ഇല്ലാത്ത കഴിവുകളില്ല. അദ്ദേഹം ചിലപ്പോൾ ഈ പഴയ മലയാള ഗാനശാഖ, മലയാള ചലച്ചിത്ര ഗാനങ്ങളെ പറ്റിയൊക്കെ അദ്ദേഹം അതിൻ്റെ അർത്ഥം പറയുമ്പോഴാണ് നമുക്ക് ഇത്രയും അതിനകത്തുണ്ടായിരുന്നു എന്നൊക്കെ നമുക്ക് തോന്നും. അത്ര മിടുക്കനായ ഒരു വ്യക്തിയാണ് അദ്ദേഹം. സിവിൽ സർവീസ് ക്രാക്ക് ചെയ്തതിനെ പറ്റി അദ്ദേഹം പറയുന്നത്, അദ്ദേഹത്തിൻ്റെ വീട് മണ്ണന്തലയാണ്. അദ്ദേഹം തമ്പാനൂർ ഒരു ലോഡ്ജിൽ വന്ന് റൂം എടുത്ത് താമസിക്കുന്നു. രാവിലെ പകൽ കുറേ സമയം കിടന്നുറങ്ങി വൈകുന്നേരം എപ്പോഴോ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ രാത്രി പുള്ളി ഉറങ്ങുകയില്ല. ഇടയ്ക്കിടയ്ക്ക് വെളിയിലിറങ്ങിപ്പോയി തട്ടുകടിയെന്ന് ചായ കുടിക്കും, വീണ്ടും റൂമിൽ കയറിയിരുന്ന് പഠിക്കും. എന്നിട്ട് അതിരാവിലെ 4 മണിക്ക് പോയി അമ്പലത്തിൽ പോയി തൊഴുതിട്ട് വീണ്ടും വന്നിരുന്ന് പഠിക്കും. അങ്ങനെ ഒരു 10-15 മണി വരെ പഠിച്ചിട്ട് വീണ്ടും കിടന്നുറങ്ങും. അതായത് ഈ നഗരം ഉറങ്ങുമ്പോൾ അദ്ദേഹം ഉണർന്നിരിക്കുകയാണ്. ആ സമയത്തുള്ള കോൺസെൻട്രേഷൻ നമ്മൾ ഡിസ്റ്റർബ് ചെയ്യാനൊന്നുമില്ല. അപ്പോൾ അദ്ദേഹം ഇട്ട ആ ഹാർഡ് വർക്ക് കൊണ്ടാണ് പുള്ളിക്ക് സിവിൽ സർവീസിൽ കയറാൻ പറ്റിയത്.
ഈ നമ്മുടെ സിവിൽ സർവീസിൽ കയറിയ എല്ലാവരുടെയും പിറകെ അന്വേഷിച്ചാൽ മതി. ആരും ജീനിയസ് ആയതുകൊണ്ടല്ല IAS-ഉം IPS ഒക്കെ കിട്ടുന്നത്. ഹാർഡ് വർക്ക് ഇട്ടിട്ട് മാത്രമാണ്. ഹാർഡ് വർക്ക് ഇടാൻ നിങ്ങൾ ഓരോരുത്തരും തയ്യാറാണെങ്കിൽ നിങ്ങളുടെ ജീവിതം ഉറപ്പായിട്ടും നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ലെവലിലേക്ക് നിങ്ങൾ പഠിക്കാൻ വേണ്ടിയോ ജോലി കിട്ടാൻ വേണ്ടിയോ മാത്രമല്ല ഹാർഡ് വർക്ക് ഇടേണ്ടത്. ജോലി കിട്ടിക്കഴിഞ്ഞാലും ഹാർഡ് വർക്കാണ്. പലരും എന്നോട് തർക്കിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ വർക്ക് ലൈഫ് ബാലൻസിൻ്റെ കാര്യം പറയും. ഇപ്പോഴത്തെ ഈ തലമുറയ്ക്ക് ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട ഇഷ്യൂയാണ് വർക്ക് ലൈഫ് ബാലൻസ്. തീർച്ചയായിട്ടും വർക്ക് ലൈഫ് ബാലൻസ് ആവശ്യമാണ്. പക്ഷേ ഈ 10 to 5 വർക്ക് ചെയ്തുകൊണ്ടൊന്നും നമുക്ക് ഒരിടത്തും ഒന്നും ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. വർക്ക് ലൈഫ് ബാലൻസ് വേണം. നമ്മുടെ ഫാമിലിയെ നമ്മുടെ കൂടെ കരുതണം, നമ്മുടെ കുട്ടികളെ കരുതണം, കുട്ടികളുടെ എല്ലാ കാര്യത്തിലും നമുക്കുണ്ടാവണം, നമ്മുടെ ഫാമിലിയുടെ എല്ലാ ആവശ്യങ്ങൾക്കും നമ്മളുണ്ടാവണം, അതെല്ലാം വേണം. പക്ഷേ ഈ 10 to 5 വർക്ക് ചെയ്തുകൊണ്ടൊന്നും നിങ്ങൾക്ക് ഒരിടത്തും ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റത്തില്ല. ഇമ്പാക്റ്റ് ഉണ്ടാക്കണമെങ്കിൽ യു ഹാവ് ടു വർക്ക് 12 hours, 13 hours, 14 hours, 15 hours. ഞാൻ ഈ 15 hours ഒക്കെ പറയുമ്പോൾ പല കുട്ടികളും പേടിച്ച് ഓടിക്കളയും ചെറിയ. പക്ഷേ 15 hours വർക്ക് ചെയ്തുകൊണ്ടാണ് പറയുന്നത്. ചിലർ പറയും സാറിന് വട്ടായിരുന്നു, കാരണം വെറുതെ ഗവൺമെന്റിലൊക്കെ പോയി ഇങ്ങനെ വർക്ക് ചെയ്യേണ്ട ആവശ്യം എന്താ? അത് അല്ല, അത് സാറേ മനോഭാവമാണ് സാറേ. അതായത് ഞാൻ മനസ്സിലാക്കിയ ഒരു സംഭവം സാറേ, നമുക്ക് വേണമെങ്കിൽ 8 മണിക്കൂറും ജോലി ചെയ്യാം, 10 മണിക്കൂറും ജോലി ചെയ്യാം, 12 മണിക്കൂറും ജോലി ചെയ്യാം. ഇപ്പോൾ ഒരു ഗവൺമെന്റ് സർവീസിൽ ഇരിക്കുന്ന ഒരാൾക്ക് ഇപ്പോൾ വലിയ ചോദ്യവും ചിലപ്പോൾ ചിലപ്പോൾ വന്നില്ലെന്ന് വരാം. പക്ഷേ നമ്മളൊരു 2 മണിക്കൂർ എക്സ്ട്രാ വർക്ക് ചെയ്താൽ അത് ഒരുപാട് പേരുടെ ലൈഫിൽ ഭയങ്കര ഇമ്പാക്ട് കൊടുക്കാൻ പറ്റും. അതല്ലേ സാർ സന്തോഷം എന്ന് പറയുന്നത്? സാർ അനുഭവിച്ച ചിലപ്പോൾ മൊമെന്റ് അതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ശരിക്കും ഈ പലരും വിചാരിക്കുന്നത് ശമ്പളം നമ്മളെ കയ്യിൽ കിട്ടുമ്പോഴാണ് സന്തോഷം എന്നുള്ളതാണ് വിചാരിക്കുന്നത്. പല ആൾക്കാരും ശരിക്കും സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യുന്നതും പൈസ ഉണ്ടാക്കുന്നതൊക്കെ പൈസ സന്തോഷം കൊണ്ടൊരു, തീർച്ചയായിട്ടും പൈസ ഇല്ലെങ്കിൽ ബുദ്ധിമുട്ട് തന്നെയാണ്. പൈസ ജീവിതത്തിൽ സന്തോഷം കൊണ്ട്, പക്ഷെ പൈസ മാത്രമല്ല സന്തോഷം ഡിസൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ വർക്കിലുള്ള സന്തോഷം തീർച്ചയായിട്ടും നമ്മൾ ഹാർഡ് വർക്കിൽ നിന്ന് മാത്രമേ സന്തോഷം കിട്ടുള്ളൂ. ഹാർഡ് വർക്കിൽ നല്ല സന്തോഷം കിട്ടുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം ഫ്രൂട്ട്ഫുൾ ആവുമ്പോഴാണ് സന്തോഷം കിട്ടുന്നത്. അതായത് നമ്മൾ എന്താണോ ചെയ്യാൻ ഉദ്ദേശിച്ചത് ആ ചെയ്യേണ്ട കാര്യം ചെയ്യുകയും അത് നമ്മൾ ഉദ്ദേശിക്കുന്ന ലെവലിൽ പ്രയോജനപ്പെടുകയും ചെയ്യുമ്പോൾ അപ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടാകും. അതുകൊണ്ട് നമുക്ക് ഒരു പൈസയുടെ ഗുണം ഉണ്ടാകത്തില്ല, പക്ഷേ സന്തോഷം ഉണ്ടാകും. നമ്മുടെ സന്തോഷത്തിനല്ലേ നമ്മൾ ജീവിക്കുന്നു. നമ്മുടെ സന്തോഷം കിട്ടാൻ വേണ്ടി വേണം വർക്ക് ചെയ്യേണ്ടത്. ആ ഒരു കോൺസെപ്റ്റിനകത്ത് അപ്പോൾ നമ്മൾ ശരിക്കും വർക്ക് ലൈഫ് ബാലൻസും. പക്ഷേ 10 to 5 ഞാൻ വർക്ക് ചെയ്യുള്ളൂ, 5 to 10 ഇങ്ങനെ ആയിരിക്കും, അങ്ങനെ കരുതുന്നതിനോട് എനിക്ക് വലിയ യോജിപ്പില്ല. ഒരു പക്ഷേ ഞാൻ തെറ്റായിരിക്കും പറയുന്നത്. 100% ശരിയാണ് സാറേ. അതേപോലെ സാറേ ഒരു പേഴ്സണൽ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ. അപ്പോൾ സാറ് ഫസ്റ്റ് സർവീസിൽ കയറി 1988 സർവീസിൽ കയറി. അന്ന് ബേസിക് സാലറി സ്കെയിലൊക്കെ എങ്ങനെയായിരുന്നു? അതൊക്കെ ഞാൻ ആദ്യം വാങ്ങിക്കുന്ന സാലറി 600 രൂപയാണ് പയ്യൻകോയിൽ മാനേജ്മെൻറ്റ് ട്രെയിനിങ്. മെൽമയിൽ വരുമ്പോൾ ഞാൻ വാങ്ങിക്കുന്ന സാലറി എന്ന് പറയുന്നത് 1000-ഉം 1100-ഉം. ഞാൻ 2 വർഷം കഴിഞ്ഞ് സെക്രട്ടറിയിൽ വരുമ്പോൾ എൻ്റെ ആദ്യ സാലറി എന്ന് പറയുന്നത് 1000 രൂപ വേണ്ടിയാണ്. പക്ഷേ എനിക്ക് എന്തോ സാലറി പ്രൊട്ടക്ഷൻ പോലും എന്തോ സാധനം കിട്ടിയെന്നാണ് എൻ്റെ വിശ്വാസം. അവിടുത്തെ അവസാനം അത് റിലീവ് ചെയ്താണ് ഇവിടെ ജോയിൻ ചെയ്യുന്ന. അങ്ങനെ അത് പോസിബിൾ ആണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും എനിക്ക് 1100 ആ റേഞ്ചിലാണ് എൻ്റെ ഫസ്റ്റ് സാലറി എന്ന് പറയുന്നത്. അപ്പോൾ അന്നൊക്കെ അത് വളരെ ലോ തന്നെയാണ് ശരിക്കും. അതുകൊണ്ട് ചിലപ്പോൾ ഒരു കുടുംബം പുലർത്താൻ പറ്റില്ലായിരിക്കും. പക്ഷേ നമ്മൾ പൈസയെ പറ്റി അങ്ങനെ അന്നും ഇന്നും ചിന്തിച്ചിട്ടില്ല. ശരിയാണ്. അല്ല, നമ്മൾ ഗോളിനെ മാത്രം ഫോക്കസ് ചെയ്യുക, ബാക്കിയെല്ലാം നമുക്ക് വരും. ഓക്കെ സാർ, ഇനി അടുത്ത് വേറെ എല്ലാവരും ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ എല്ലാവരും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ, അതായത് ഇപ്പോൾ ഒരാൾ ഗവൺമെന്റ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ആയിട്ട് ജോലി കയറിയ സങ്കല്പിക്കാം. ചിലപ്പോൾ ഒരു ഡിപ്പാർട്ട്മെന്റിലായിരിക്കും ജോലി കയറിയത്, പിന്നെ അവിടെ ഡിപ്പാർട്ട്മെന്റ് മാറാൻ പറ്റും. ശരിക്കും സെക്രട്ടേറിയറ്റിനകത്ത് നിങ്ങളിപ്പോൾ എഴുതാൻ പോകുന്ന ടെസ്റ്റ് അത് ശരിക്കും ഞാൻ പറഞ്ഞതുപോലെ 4-5 ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് വേണ്ടിയിട്ടാണ്. 1 സെക്രട്ടേറിയറ്റിന് വേണ്ടിയിട്ട്, 2 PSCക്ക് വേണ്ടിയിട്ട്, 3 AG's ഓഫീസിന് വേണ്ടിയിട്ട്, 4 ഈ സ്റ്റേറ്റ് ഓഡിറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്. ഈ 4 ഡിപ്പാർട്ട്മെൻറ്റിലേക്കും ഈ ടെസ്റ്റിൽ നിന്നാണ് ആൾക്കാരെ എടുക്കുന്നത്. അപ്പോൾ ഫോർച്ചുനേറ്റ്ലി ഞാൻ ശരിക്കും സെക്രട്ടേറിയറ്റിൽ വന്നു. സെക്രട്ടേറിയറ്റിൽ തന്നെ 4 സെക്രട്ടേറിയറ്റ് ഉണ്ട്. അതും വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെൻറ്റ്സ് ആണ്. 1 ജനറൽ അഡ്മിനിസ്ട്രേഷൻ സെക്രട്ടേറിയറ്റ്, 2 ഫൈനാൻസ് സെക്രട്ടേറിയറ്റ്, 3 ലോ സെക്രട്ടേറിയറ്റ്, 4 ശരിക്കും ലെജിസ്ലേച്ചർ സെക്രട്ടേറിയറ്റ്. ഇത് ലോ സെക്രട്ടേറിയറ്റിന് മാത്രം പ്രത്യേകം ടെസ്റ്റാണ്. കാരണം ലീഗൽ ലോ ഉള്ളവരെ പ്രത്യേകം ടെസ്റ്റ് നടത്തിയാണ് അവിടെ എടുക്കുന്നത്. ബാക്കി 3, അതായത് GAD, ഫൈനാൻസ്,
ലെജിസ്ലേച്ചർ, ഈ മൂന്നിലേക്കും ഈ ടെസ്റ്റ് ഈ ലിസ്റ്റിൽ നിന്നാണ് എടുക്കുന്നത്. പക്ഷേ ലെജിസ്ലേച്ചർ ഡിപ്പാർട്ട്മെന്റിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് GD വരാൻ പറ്റില്ല. GD വന്നാൽ ഫിനാൻസിൽ പോകാൻ പറ്റില്ല, ഫിനാൻസിൽ വന്നാൽ മറ്റൊരു അങ്ങനെയൊന്നും പോകാൻ പറ്റില്ല. ഇതിനകത്ത് നിൽക്കണം. ഇതിനകത്ത് GD ആണ് സെക്രട്ടേറിയറ്റിലെ ഒരു പ്രധാനപ്പെട്ട എന്ന് പറയുന്നത്. എന്തുകൊണ്ട് പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഈ ലൈൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നത്. ഉദാഹരണമായിട്ട് പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു 800 കോടി രൂപയുടെ ഒരു പ്രോജക്റ്റ് അതിനെപ്പറ്റി പ്രപ്പോസൽ ഉണ്ടാക്കി അയച്ചു കഴിഞ്ഞാൽ സെക്രട്ടേറിയറ്റിൽ വരുമ്പോൾ സെക്രട്ടേറിയറ്റിൽ PWD എന്ന് പറഞ്ഞിട്ടൊരു ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാവും. ആക്ച്വലി സെക്രട്ടേറിയറ്റിൽ PWD ഡിപ്പാർട്ട്മെൻറ്റ് പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെൻറ്റ് അല്ല, ഇറ്റ്സ് സെക്രട്ടേറിയറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്. പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഫീൽഡിലുള്ള പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെൻ്റ് ആണ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. സെക്രട്ടേറിയറ്റിലെ പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഈ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ എക്സ്റ്റൻഷൻ അല്ല. ഇറ്റ് ഈസ് പാർട്ട് ഓഫ് സെക്രട്ടേറിയറ്റ്, ബട്ട് ദേ ആർ ഡീലിംഗ് ദി പേർപ്പസ് ഓഫ് പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെൻറ്റ്, ദാറ്റ്സ് ഓൾ. അപ്പോൾ അങ്ങനെ ഈ GDക്കകത്ത് തന്നെ ഏതൊക്കെ ലൈൻ ഡിപ്പാർട്ട്മെൻറ്റ് താഴെയുണ്ടോ അതിൻ്റെ എല്ലാം പേപ്പേഴ്സ് കൈകാര്യം ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ടാവും. ഇതിനെയൊക്കെ ആ പേരിൽ തന്നെ അറിയപ്പെടും. ഇപ്പോൾ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻ്റ് എന്നും PWD ഡിപ്പാർട്ട്മെൻ്റ് എന്നും എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻ്റ് എന്നും അങ്ങനെ പല പല പേരിലായിരിക്കും അറിയപ്പെടുന്നത്. പക്ഷേ ഇതൊന്നും ഡിപ്പാർട്ട്മെൻറ്റ്സ് അല്ല, ഇറ്റ്സ് ഓൺലി സെക്രട്ടേറിയറ്റ്. ഡിപ്പാർട്ട്മെൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴെയുള്ള എക്സിക്യൂഷൻ ഡിപ്പാർട്ട്മെൻറ്റ്സ് ആണ് ശരിക്കുള്ള ഡിപ്പാർട്ട്മെൻറ്റ്സ്, അതിൻ്റെ പേപ്പേഴ്സ് കൈകാര്യം ചെയ്യുന്ന സെക്രട്ടറി. അപ്പോൾ അങ്ങനെ ഈ പറയുന്ന ഗവൺമെൻറ്റിൻ്റെ എല്ലാ ആംസിൻ്റെയും പേപ്പർ കൈകാര്യം ചെയ്യുന്നത് ഈ GDയിലായതുകൊണ്ട് GD ഈസ് ഇമ്പോർട്ടൻറ്റ്. പക്ഷേ ഫിനാൻസിന് എപ്പോഴും ഒരു എഡ്ജുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റേറ്റിൻ്റെ മൊത്തം ഫൈനാൻസ് കൈകാര്യം ചെയ്യുന്നവരാ. അപ്പോൾ നമ്മുടെ രക്തം പോലെ ഇമ്പോർട്ടൻ്റ് ആണ് മണി എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ എന്തൊക്കെ പ്രോജക്റ്റ് പറഞ്ഞാലും, എന്തൊക്കെ അപ്പോയിൻമെൻറ്റ് പറഞ്ഞാലും, എന്തൊക്കെ സേവനം പറഞ്ഞാലും അതിൻ്റെയൊക്കെ ഒരു വശം ഫൈനാൻസാണ്. അപ്പോൾ സ്റ്റേറ്റ് ഫൈനാൻസ് ലിമിറ്റഡ് ആയതുകൊണ്ട് അതിൻ്റെ ചിലവഴിക്കുന്നതിനകത്ത് ഭയങ്കര കൺട്രോൾ ഉള്ളതുകൊണ്ട് ഈ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കാര്യത്തിനകത്തും ഫൈനാൻസിനൊരു ഫൈനൽ സേ ഉണ്ടാവും. അവരുടെയും കൂടി കൺകറൻസോട് കൂടി മാത്രമേ നമുക്ക് എന്തും ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് പലപ്പോഴും ഫൈനാൻസ് ഒരു കുറച്ചുകൂടെ ഒരു എഡ്ജുള്ള ഡിപ്പാർട്ട്മെൻറ്റായിട്ട് ഫീൽ ചെയ്യും. പക്ഷേ ഫൈനാൻസ് വരുന്നവരൊന്നും ഈ ഇക്കണോമിക്സോ കോമേഴ്സോ പാസ്സായി വരുന്നവരല്ല, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് വരുന്നവർ പോലെ തന്നെയാണ് ശരിക്കും സെക്രട്ടേറിയറ്റിലെ ആൾക്കാർ. ഒരു ഗ്രാജുവേഷൻ ഉണ്ടാകണം എന്ന് മാത്രമേ ഉള്ളൂ. ഈ ഗ്രാജുവേറ്റ്സ് തന്നെയാണ് IAS എത്തുന്നതും, ഈ ഗ്രാജുവേറ്റ്സ് തന്നെയാണ് സെക്രട്ടേറിയറ്റ് എത്തുന്നത്. നമ്മൾ ശരിക്കും നമ്മൾ എവിടെ എയിം ചെയ്യുന്നു, എങ്ങനെ വർക്ക് ചെയ്യുന്നു, അതിനനുസരിച്ച് നമുക്ക് ഒരു. പക്ഷേ സെക്രട്ടേറിയറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ശരിക്കും ഒരു കേരളത്തിനകത്ത് ഒരു ക്ലറിക്കൽ കേഡറിലേക്ക് ആരെങ്കിലും കയറുമ്പോൾ അതിൽ ഏറ്റവും ഒരു ലെവലിലെത്താൻ പറ്റുന്ന ഒരു സ്ഥലം സെക്രട്ടേറിയറ്റ് തന്നെയാണ്. ഈ അതിൻ്റെ ജോബിലെ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നതും സെക്രട്ടേറിയറ്റ് തന്നെയാണ്. നമുക്ക് പലതും, അതായത് ഇപ്പോൾ നമ്മുടെ കഴിവുകളെ മുഴുവനും ശരിക്കും നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന, അത് വളരെ ഫോർ എക്സാമ്പിൾ ഒരു IAS ഓഫീസർക്ക് ജനങ്ങൾക്ക് ഗുണം ചെയ്യാൻ പറ്റുന്നതിൻ്റെ അത്രയൊന്നും ഒരു വില്ലേജ് ഓഫീസിലെ ഒരു ലാസ്റ്റ് ഗ്രേഡ് ഓഫീസർക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. വിഷൻ മാത്രമല്ല അവർക്ക് പലതും ചെയ്യാൻ പറ്റുന്നുള്ളത് കൊണ്ട് ശരിക്കും അത് വലിയൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. സാറേ, ഈ ഒരു ജോലി മൂലം സാറിന് സമൂഹത്തിന് എന്ത് ഇമ്പാക്റ്റ് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്? അല്ലെങ്കിൽ ഇപ്പോൾ കയറുന്ന ഒരാൾ സെക്രട്ടറി അസിസ്റ്റന്റ് കയറുന്നു, പുള്ളിക്കും ഒരു സോഷ്യലായിട്ട് എന്ത് ഇമ്പാക്റ്റ് കൊടുക്കാൻ പറ്റും? നമ്മൾ എവിടെ ചെന്നാലും നമുക്കവിടെ വലിയ രീതിയിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റും. അതായത് ശരിക്ക് കൊടുക്കുന്ന സർവീസിൻ്റെ കാര്യത്തിലായാലും അത് ആ സർവീസ് ലഭിക്കേണ്ട ആൾക്കാരുടെ ലൈഫിൽ അതുണ്ടാക്കുന്ന വ്യത്യാസമായാലും, ഈ പ്രോസസ് ഇമ്പ്രൂവ്മെൻ്റ് ആയാലും. ഓക്കെ, ഞാനൊരു ചെറിയൊരു ഉദാഹരണം പറയാം. പക്ഷേ അത് ഞാൻ എൻ്റെ കാര്യം തന്നെ പറയുകയാണ്. ഞാൻ 2013 ചലച്ചിത്ര അക്കാദമിയുടെ സെക്രട്ടറി ആയിട്ട് ചാർജ് എടുക്കുന്നത്. 2013 ഞാനൊരു നമ്മൾ സാധാരണ എല്ലാവരെയും പോലെ ഒരു സിനിമ ആസ്വാദകൻ എന്നുള്ളതല്ലാതെ ഒരു സിനിമയിൽ അഭിനയിക്കാനോ അല്ലെങ്കിൽ ഷോർട്ട് ഫിലിംസോ മറ്റു കാര്യങ്ങൾ എടുക്കാനോ അല്ലെങ്കിൽ ഒരു പാട്ട് അങ്ങനെ ഒന്നും ശ്രമിക്കാത്ത ഒരു സാധാരണ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ മാത്രമായ ഞാനാണ് ശരിക്കും ചലച്ചിത്ര അക്കാദമിയുടെ സെക്രട്ടറിയായിട്ട് പോയി. അപ്പോൾ ചലച്ചിത്ര അക്കാദമി സെക്രട്ടറിയുടെ ഏറ്റവും വലിയ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് വർഷാവർഷം നടക്കുന്ന IFFK, ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരള, അതിൻ്റെ നടത്തിപ്പാണ്. അതിന് വലിയ ബജറ്റും ഉണ്ട്.
അതിൻ്റെ മെച്ചപ്പെടുത്തൽ എങ്ങനെയാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ ഇതെന്ന് പറയുന്നത്. അപ്പം കഴിഞ്ഞ 10-15 വർഷമായിട്ട് ഫെസ്റ്റിവൽ നടക്കുകയാണ്, ഒരു കുഴപ്പമില്ലാതെ നടന്നു വരികയാണ്. ഞാൻ 18ാമത്തെ ഫെസ്റ്റിവലിലാണ് ഞാൻ സെക്രട്ടറിയായിട്ട് വരുന്നത്. അപ്പോൾ സെക്രട്ടറിക്ക് ഒരു അഡ്മിനിസ്ട്രേറ്റീവ് റോള് ഉണ്ട്. അതുകൂടാതെ അദ്ദേഹം ഫെസ്റ്റിവലിൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ കൂടെയാണ്. അപ്പോൾ അത് പല തീരുമാനങ്ങളും നമുക്ക് എടുക്കേണ്ടി വരും. പക്ഷേ വരുന്ന ആളാരാണ്? സിനിമയുമായി ഒരു പുലബന്ധം പോലും ഇല്ലാത്ത സെക്രട്ടേറിയറ്റിനകത്ത് കുറച്ച് വർഷങ്ങൾ ജോലി ചെയ്ത ഒരു ഉദ്യോഗസ്ഥനാണ്. പലപ്പോഴും അവിടെ ശരിക്കും പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെൻറ്റിലെ കുറച്ചുകൂടി ഇതുമായിട്ടൊക്കെ ബന്ധമുള്ള ആൾക്കാരാണ് സെക്രട്ടറിയായിട്ട് ഇരിക്കാറ്. എൻ്റെ സമയത്ത് എന്നെ ഗവൺമെൻറ് പോസ്റ്റ് ചെയ്തു. അപ്പോൾ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, അന്ന് ശരിക്ക് മനോരമയുടെ ഒരു ഫ്രണ്ട് പേജിൽ വന്ന വാർത്ത ഇതാണ്, ശരിക്ക് മുഖ്യമന്ത്രിയായിട്ടുള്ള ഒരു അടുപ്പം മൂലം സിനിമയുമായി ബന്ധമില്ലാത്ത ഒരാളാണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ള നിലയിലാണ്. ഈ കറക്റ്റ് എക്സാക്റ്റ് വേണം എനിക്കറിയത്തില്ല. ഞാനത് വായിച്ചു, നമുക്കതിനെപ്പറ്റി വേറെ പറയാനില്ല, അത് വായിച്ചു. പക്ഷേ എനിക്ക് ഉറപ്പായിട്ടും പറയാൻ പറ്റും, ഈ 18ാമത് ഫെസ്റ്റിവൽ നടക്കുമ്പോൾ ഫെസ്റ്റിവലിൻ്റെ തലേ ദിവസം നമ്മുടെ സെക്രട്ടറി, അതായത് എക്സിക്യൂട്ടീവ് ഡയറക്ടർ എന്നുള്ള നിലയിൽ നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് പല മീഡിയാസും എടുക്കും. അപ്പം ഞാൻ വന്നിട്ട് 2 മാസമേ ഉള്ളൂ. അപ്പോൾ പ്രിപ്പറേഷനൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് പോയി കഴിഞ്ഞ ശേഷമാണ് ഞാൻ വരുന്നത്. പക്ഷേ ഞാൻ എവിടത്തെയും പോലെ ഞാൻ എവിടെ ചെന്നാലും ഞാൻ ടോട്ടൽ ഇൻവോൾവ് ചെയ്യും, എല്ലാ പ്രോസസ്സിലും ഇൻവോൾവ് ചെയ്യും. കാരണം എല്ലാ പ്രോസസ്സിലും ഇൻവോൾവ് ചെയ്യണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്കിലും നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ. ഒരു വിത്തിൻ 15 days to 1 month നമുക്ക് ആ ഡിപ്പാർട്ട്മെൻറ്റിനെ പറ്റിയുള്ള കംപ്ലീറ്റ് നോളജ്, കാരണം എല്ലാ ഫയലും നമ്മളിവിടെ പോകുന്നുള്ളതുകൊണ്ട് അങ്ങനെയും കൂടി നമുക്ക് എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റും. ഇപ്പോൾ 2 മാസം 2.5 മാസത്തെ എക്സ്പീരിയൻസിലാണ് ഞാൻ ശരിക്കും ക്യാമറയുടെ മുമ്പിൽ ഇരിക്കുന്നത്. അപ്പോൾ എന്നോട് ജേർണലിസ്റ്റുകൾ അവർ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. അപ്പോൾ ഞാൻ അന്ന് പറഞ്ഞൊരു ഞാൻ പറഞ്ഞു 18th ഫെസ്റ്റിവൽ വളരെ നല്ല രീതിയിലാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്, വളരെ മെച്ചപ്പെട്ട ഇതുവരെ നടത്തുന്ന ഏറ്റവും നല്ല ഫെസ്റ്റിവൽ. പക്ഷേ ഞാൻ പറഞ്ഞു, നിങ്ങൾ നോക്കേണ്ടത് 19th ഫെസ്റ്റിവൽ അല്ല, 20th ഫെസ്റ്റിവൽ നിങ്ങളൊന്ന് വാച്ച് ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞു. എന്നെക്കൊണ്ട് ആരാണെന്ന് പറയിച്ചതെന്ന് എനിക്കറിയത്തില്ല. കാരണം എനിക്ക് യാതൊരു എക്സ്പീരിയൻസും ഇല്ലാത്ത ഒരാളാണ്. 2.5 മാസത്തെ ഫിലിം ഫെസ്റ്റിവലുമായിട്ട് ബന്ധപ്പെട്ട എക്സ്പീരിയൻസ് മാത്രമേ ഉള്ളൂ. ഞാൻ അതിനു മുമ്പുള്ള 17 ഫെസ്റ്റിവലും പങ്കെടുത്തിട്ട് പോലും ഇല്ലാത്ത ഒരാളാണ്, ഡെലിഗേറ്റായിട്ട് പോലും പങ്കെടുക്കാത്ത ഒരാളാണ്. എന്നെ കൊണ്ട് ആരാണ് പറയിച്ചത് എനിക്കറിയില്ല. പക്ഷേ ഞാൻ ആ ഒരു കോൺഫിഡൻസോടുകൂടി പറഞ്ഞു. ഒരുപക്ഷെ അത് നമ്മൾ പറഞ്ഞത് ഓവർ കോൺഫിഡൻസ് ആയിട്ട് പറയും, പക്ഷേ അത് എന്നിലുള്ളൊരു വിശ്വാസം. കാരണം ഞാൻ എപ്പോഴും പ്രോസസ് ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരുന്നത് സഡനായിട്ടല്ല. നമ്മൾ ഓരോ പ്രോസസ്സിനകത്തും എന്ത് ചെയ്യാൻ പറ്റും. എനിക്ക് ഉറപ്പായിട്ടും പറയാൻ പറ്റും, നിങ്ങൾ ഇന്നലെ ചെയ്തതിനേക്കാളും മെച്ചമായിട്ട് നിങ്ങൾക്ക് നാളെ ചെയ്യാൻ പറ്റും. അത് നിങ്ങൾ ശ്രമിച്ചാൽ മാത്രം മതി. അത് ഒരാളുടെ കാര്യമല്ല ഞാൻ പറയും, 100% ആൾക്കാർക്കും അവരുടെ ഇന്ന് ചെയ്തിരിക്കുന്ന കാര്യത്തെ ഒരു ലേശം കൂടി ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ അതിൽ വിശ്വസിക്കുന്ന ഒരാളായതുകൊണ്ടാണ്, ഞാൻ ആ പ്രോസസ്സ് ഇമ്പ്രൂവ്മെൻറ്റ് ഞാൻ നടത്തി പരിചയമുള്ള ആളായതുകൊണ്ട് എന്നിൽ വിശ്വാസം, ഞാൻ എവിടെയൊക്കെ ഡിപ്പാർട്ട്മെൻറ്റിൽ ഇരുന്നിട്ടുണ്ടോ ഞാൻ അതൊക്കെ ചെയ്തിട്ടുള്ളത് കൊണ്ട് എന്നിൽ വിശ്വാസം ഉള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞതാണത്. പക്ഷേ ഇതിപ്പോൾ ഞാൻ എന്നെ പറ്റി പറയുമ്പോൾ എനിക്കത് പറയുന്നതിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോലും എനിക്കത് പറയാതിരിക്കാൻ പറ്റാത്തതുകൊണ്ട് പറയുന്നതാണ്. അതൊരു അഹങ്കാരമായിട്ടേ വേറൊരാൾക്ക് തോന്നുള്ളൂ എങ്കിൽ പോലും പറയുന്ന കാര്യം വെച്ച് കഴിഞ്ഞാൽ അവനവൻ്റെ കഴിവിൽ അവനവൻ്റെ പ്രവൃത്തിയിൽ വിശ്വാസം ഉണ്ടെങ്കിൽ നമുക്കത് പറയാൻ പറ്റും. അങ്ങനെ ഞാനത് പറഞ്ഞു പോയി. പക്ഷേ ആക്ച്വലി എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ 18th ഫെസ്റ്റിവൽ കഴിഞ്ഞപ്പോൾ ഫെസ്റ്റിവൽ 18 വർഷം നടത്തിയിരുന്ന ഒരു ലേഡി, ആ ലേഡി ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന ഏറ്റവും വലിയ ഒരു ഫെസ്റ്റിവലിൻ്റെ ഒരാളാണ്. ആ മാഡത്തിന് ഞാനുമായിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടായത് കാരണം മാഡം ഫെസ്റ്റിവൽ ഉപേക്ഷിച്ച് പോയി. മന്ത്രിയോട് പറഞ്ഞു, ഇനി ഇദ്ദേഹം കൂടെ ഉണ്ടെങ്കിൽ ഞാൻ ഫെസ്റ്റിവലിൽ സഹകരിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ മിനിസ്റ്റർ പറഞ്ഞു, അതിപ്പോൾ ഗവൺമെൻറ് നിയമിച്ച ഒരാളല്ലേ, നമുക്ക് അദ്ദേഹത്തിന് മാറ്റാൻ പറ്റുമോ, സഹകരിക്കും എന്നൊക്കെ പറഞ്ഞെങ്കിലും അവർ സഹകരിച്ചില്ല, അറിയിക്കും. പക്ഷേ 18th ഫെസ്റ്റിവൽ 19th ഫെസ്റ്റിവൽ നമ്മൾ കുറേ കൂടി ജനകീയമാക്കി. അപ്പോൾ ഞാൻ ഫെസ്റ്റിവൽ നടത്തി പരിചയമുള്ള ആളല്ലെങ്കിലും ഫെസ്റ്റിവൽ നടത്തി പരിചയമുള്ള ധാരാളം ആൾക്കാർ ലോകത്തുണ്ട്. ഇപ്പോൾ നമ്മളെന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു കോർഡിനേറ്റർ മാത്രമാണ്. എല്ലായിടത്തും നല്ല ആൾക്കാരെ കൊണ്ടുവന്ന് പിക്ക് ചെയ്ത് റെഡിയാക്കി നമ്മളതിന് നല്ലൊരു സദ്യ ഒരുക്കുന്നു എന്നതുപോലെ 19th ഫെസ്റ്റിവൽ വാസ് ഫാർ ബെറ്റർ ദാൻ ദി ഓൾറെഡി ഹാപ്പൻ 18 ഫെസ്റ്റിവൽസ്. അതെല്ലാവരും അംഗീകരിച്ചു. അത് ശരിക്കും അടൂർ ഗോപാലകൃഷ്ണൻ സാറാണ് അതിനെ ഹെഡ് ചെയ്തത്. അപ്പോൾ അടൂർ ഗോപാലകൃഷ്ണൻ സാറിന് ഇതിനു മുമ്പുള്ള ഫെസ്റ്റിവലിൽ അത്രയും, അദ്ദേഹം അവിടെ ചെയർമാൻ എടുത്തിട്ടുള്ളതാണ്, പക്ഷേ അതിനുശേഷം അത്രയും കൂടുതൽ ഇൻവോൾവ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഞങ്ങളുടെ അവസരത്തിൽ അത്രയും കൂടുതൽ ഇൻവോൾവ് ചെയ്യാൻ അവസരം കിട്ടി. വേറെ പലരെയും ഞങ്ങൾ കൊണ്ടുവന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ കഴിവ് കൊണ്ടല്ല, അങ്ങനെയുള്ള മഹാരഥന്മാരവിടെ ഉള്ളപ്പോൾ നമ്മളെല്ലാവരെയും ഏകോപിപ്പിച്ച് അവരിലൂടെ 19th ഫെസ്റ്റിവൽ ഏറ്റവും ബെറ്ററായി. പക്ഷേ ഞാൻ 18th ഫെസ്റ്റിവലിൽ ഒരു പരിചയമില്ലാത്ത 2 മാസം ഉള്ള ആൾ ഞാൻ പറഞ്ഞു 20th ഫെസ്റ്റിവൽ വാച്ച് ചെയ്യാൻ പറഞ്ഞു. ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്
ഇന്ന് വരെ സംഭവിച്ച ഫെസ്റ്റിവലുകളിൽ 20 തന്നെയാണ്. ഏറ്റവും ബെസ്റ്റ് ഫെസ്റ്റിവൽ 20th ഫെസ്റ്റ് ഞാൻ കണ്ടില്ല. അതിനകത്ത് എനിക്ക് ഏറ്റവും ഓർമ്മിക്കാനുള്ള ചില ഈ ഷാജി എൻ കരുൺ എന്ന് പറയുന്ന ഒരു 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 പ്രതിഭ കാരണം ഞങ്ങൾ ഫസ്റ്റ് ടൈം ഞങ്ങൾ നടത്തിയത് 17 വർഷം പരിചയമുള്ള ഒരു ലേഡിയാണ്. അവർ നല്ലപോലെ നടത്തി. 19th അടൂർ ഗോപാലകൃഷ്ണൻ സാറാണ് അദ്ദേഹമാണ് സ്പീർ ഹെഡ് ചെയ്തത്. അത് വളരെ നന്നായി. അടുത്ത വർഷം നമ്മൾ ഷാജി എൻ കരുൺ എന്നുള്ളൊരു പ്രഭാതനായ വേറൊരു വ്യക്തിയെ കൊണ്ടുവന്നു. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് എനിക്ക് അത് പറയേണ്ടതാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ക്രിയേറ്റീവ് ഫീൽഡിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം വെച്ചാൽ 15, 16, 17, 18, 19, 20, 21, 22, 24 ഇതൊക്കെ കഴിയുമ്പോൾ ക്രിയേറ്റിവിറ്റി കുറയും. ഈ നിങ്ങൾ ശരിക്കും ഷോർട്ട് ഫിലിംസ് എടുക്കുന്ന പിള്ളേർ ശ്രദ്ധിച്ചാൽ മതി. ഈ പീരീഡിലാണ് ഏറ്റവും ഒരു ക്രിയേറ്റീവ് സാധനങ്ങൾ മുഴുവൻ വരുന്നത്. അത് കഴിയുമ്പോൾ പലർക്കും അവരുടെ ക്രിയേറ്റിവിറ്റി കുറയും. ആദ്യത്തെ രണ്ടാമത്തേതിൻ്റെ അത്രയൊന്നും പിന്നെ ഉള്ളതിന് വരത്തില്ല. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് ആശയങ്ങളുടെ ഒരു 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 ഇങ്ങനെ തിര പോലെ വന്നുകൊണ്ടേയിരിക്കും. ചിലപ്പോൾ ഒരു 10 എണ്ണത്തിനകത്ത് ഒരു 3-4 നമുക്ക് എടുക്കാനേ പറ്റില്ല. ചിലപ്പോൾ അത് പരാജയപ്പെട്ടു പോവുകയും ചെയ്യും. പക്ഷെ ചിലതൊന്നും നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുന്ന ഹൈ സാധനമാണ്. ഭയങ്കര ക്രിയേറ്റിവിറ്റി ഉള്ള ഒരു വ്യക്തിയാണ്. മിടുമിടുക്കനായ അദ്ദേഹത്തിൻ്റെ സഹായത്തോടു കൂടി 20th ഫെസ്റ്റിവലിൽ ഞങ്ങൾ ഈ കൈരളി ശ്രീ തിയേറ്റർ കോംപ്ലക്സിൽ നിന്ന് ഈ ഫെസ്റ്റിവലിനെ ടാഗോർ തിയേറ്ററിലേക്ക് കൊണ്ടുവന്നു. ഞങ്ങൾ ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് ശരിക്കും നമ്മുടെ നിശാഗന്ധി ഈ 2500 പേർക്ക് ഇത് സിനിമ കാണാൻ പറ്റുന്നൊരു നിശാഗന്ധിയിൽ എല്ലാ ഫെസ്റ്റിവലും നടത്താറുണ്ട്. പക്ഷേ അത് തുറന്നതായതുകൊണ്ട് മഴ പെയ്തു കഴിഞ്ഞാൽ പ്രശ്നം വരും. ഇപ്പം ഞങ്ങൾ ശരിക്കും ടൂറിസം ഡയറക്ടർ സമീപിച്ച് ടൂറിസം മിനിസ്റ്ററെ സമീപിച്ച് ശരിക്കും അതിനെ ഒന്ന് കൂരയിടുന്നതിനുള്ള എഫേർട്ടൊക്കെ കിട്ടുമോ. അതെല്ലാം ഷാജി സാറിൻ്റെയും കൂടെ ഭയങ്കര കോൺട്രിബ്യൂഷൻ അതിനകത്തുണ്ട്. നമ്മുടെ രാജീവ് സാറായിരുന്നു അന്നത്തെ ചെയർമാൻ. അതിനു മുമ്പ് ചെയർമാനായിരുന്നത് പ്രിയദർശൻ സാറായിരുന്നു. പക്ഷേ എന്ത് പറഞ്ഞാലും ഈ ഇത് കാരണം ഞാനീ പ്രൊഫസി പോലെ പറഞ്ഞ ഈ 20th ഫെസ്റ്റിവൽ വൺ ഓഫ് ദി ബെസ്റ്റ് ഫെസ്റ്റിവലായി എൻ്റെ ലൈഫിൽ. എനിക്കിപ്പോഴും ആരോടും ഞാൻ പറയാറില്ലെങ്കിലും ശരിക്കും എനിക്ക് ഭയങ്കര ഒരു സംതൃപ്തി തന്ന ഒരു സാധനമാണ് ശരിക്കും ആ 20th ഫെസ്റ്റിവൽ എന്ന് പറയുന്നത്. നമ്മുടെ ഉപരാഷ്ട്രപതി ഇവിടെ വന്നപ്പോൾ ഫെസ്റ്റിവൽ കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം നമ്മുടെ അന്നത്തെ മിനിസ്റ്ററെ പോയി കൈ ഷേഖാൻ എടുത്ത് പറഞ്ഞു, രാധാകൃഷ്ണൻ ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് ഫെസ്റ്റിവലായിരുന്നു നിങ്ങളുടെ ഫെസ്റ്റിവൽ, ഞാൻ കൺഗ്രാജുലേഷൻ. അദ്ദേഹം ഞാനോട്ട് അവസാനം ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായി. കാരണം അദ്ദേഹത്തിൻ്റെ സ്റ്റാഫിൽപ്പെട്ട ഒരാളൊന്നും ഇതിനകത്ത് പല കാര്യങ്ങൾ ഇടപെടാൻ ശ്രമിച്ച് ഞാൻ ഇറക്കി വിട്ടു. മന്ത്രിയുടെ സ്റ്റാഫിലൊരാളെ ഇറക്കി വിട്ട് കഴിഞ്ഞാൽ മന്ത്രിക്ക് ഇഷ്ടപ്പെടത്തില്ല. ഞാൻ പുള്ളി ഇറക്കി വിട്ടു. കാരണം ഡിസിഷൻ എടുക്കുന്നത് പുള്ളി കയറി ചെയ്തു. ഞാൻ പുള്ളി ഇറക്കി വിട്ടു. കാരണം പുള്ളിക്ക് എന്നോട് പുള്ളി ഫെസ്റ്റിവലിൻ്റെ സമാപന സമ്മേളനത്തിൽ മിനിസ്റ്റർ എന്നോട് അത്ര നല്ല രീതിയിലില്ല, എനിക്ക് മുഖം തന്നില്ല എന്നൊന്നും പറയാം. പക്ഷേ അദ്ദേഹം 10 ദിവസം കഴിഞ്ഞപ്പോൾ 15 ദിവസം കഴിഞ്ഞപ്പോൾ ഞാനതിന് ചാർജൊക്കെ വിട്ട് വേറെടുത്ത് പോയ ആൾ എന്നെ വഴിയിൽ തടഞ്ഞു നിർത്തി പറഞ്ഞു, രാജേന്ദ്ര എൻ്റെ കൈ കണ്ട എനിക്ക് രോമാഞ്ചം. മിനിസ്റ്റർ അത് എന്നെ തടഞ്ഞു നിർത്തി. അദ്ദേഹം എത്ര വലിയൊരു മനുഷ്യനാണ്. നമ്മളൊരു സാധാരണ സർക്കാർ ഉദ്യോഗസ്ഥൻ മാത്രമാണ്. പക്ഷേ അങ്ങനെയുള്ള എന്നെ വഴിയിൽ തടഞ്ഞു നിർത്തി എന്നോട് രാജേന്ദ്ര ശരിക്ക് എനിക്ക് രോമാഞ്ചമുണ്ടായി. അദ്ദേഹം എൻ്റെ കൈ പിടിച്ചിട്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫെസ്റ്റിവലാണെന്ന് പറഞ്ഞത് അത് അദ്ദേഹത്തിൻ്റെ വായിലൂടെ കേൾക്കാൻ അതാണ് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ആനന്ദം എന്ന് പറയുന്നത്. ഇതൊരു അഹങ്കാരമല്ല. പക്ഷേ ആ പ്രൊഫസി ശരിയായത് എന്തുകൊണ്ടാണെന്നാണ് ഞാൻ പറഞ്ഞത്. അതായത് നമുക്ക് നമ്മുടെ സത്യസന്ധമായ ശരിയായ ഒരു മനസ്സും ശരിയായ പ്രവൃത്തിയും ഉണ്ടെങ്കിൽ അതെല്ലാം റിസൾട്ട് കൊണ്ടുവരും. നമുക്കത് ഒരു പ്രൊഫസി പോലെ പറയാൻ പോലും നമുക്ക് പറ്റും. ഇത് ഞാൻ പറഞ്ഞില്ല, ഞാൻ അറിഞ്ഞുകൊണ്ട് പറഞ്ഞതല്ലത്. പക്ഷേ അറിയാതെ പറഞ്ഞു പോയി, അത് അറിയാതെ സംഭവിച്ചു. പക്ഷെ അറിയാതെ സംഭവിച്ചതിൻ്റെ പിന്നിൽ ധാരാളം പ്രവൃത്തി എടുത്തിട്ടുണ്ട്. പക്ഷേ നമ്മുടെ പ്രവൃത്തിയെല്ലാം ശരിയായി വരണമെന്നില്ല. നമ്മൾ പ്രവർത്തിക്കുന്നതുകൊണ്ട് മാത്രം റിസൾട്ട് വരണമെന്നില്ല. ഈ റിസൾട്ടൊക്കെ വരുന്നത് ഒരു അനുഗ്രഹമാണ്. നമുക്ക് പറയാൻ പറ്റിയത് ഒരുപക്ഷെ അഹങ്കാരമായിപ്പോയി എങ്കിൽ പോലും അത് ഒരു അനുഗ്രഹമായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നു. ഇത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ശരിക്കും ഈ ഉദ്ദേശശുദ്ധി ഉണ്ടാവുക, ഹാർഡ് വർക്ക് ചെയ്യുക, ശരിയുടെ കൂടെ നിൽക്കുക, ഇതെല്ലാം സംഭവിക്കുന്നതാണ്. തീർച്ചയായും ശരിയുടെ നിൽക്കുക, അതാണ് ഒരു വലിയൊരു ഫാക്ടർ. സാർ ഇനി ഒരു ഡൗട്ട് ചോദിച്ചത്, സാർ ഇപ്പോൾ ഒരുപാട് ജനറേഷനെ കണ്ട ആൾക്കാരാണ്, പഴയ ആൾക്കാരെ കണ്ടിട്ടുണ്ട്, പുതിയ ആൾക്കാരെ കണ്ടിട്ടുണ്ട്. ഒരു 10 വർഷം കൊണ്ട് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റായി വരുന്ന ആൾക്കാരുടെ ഒരു പറയാൻ പറ്റുന്നൊരു മാറ്റം എന്താണെന്ന് വെച്ചാൽ എന്തൊക്കെയായിരിക്കും? പഴയ ആൾക്കാർ, ഒരു പുതിയ, ഞാൻ അങ്ങനെ ജനറേഷൻ പറയുന്നതല്ല, എന്നാലും അവരിലൊരു എന്തൊക്കെ മാറ്റങ്ങളാണ് പുതിയ ആൾക്കാർ നമുക്ക് സാർ പുതിയ ആൾക്കാരിൽ വന്നിട്ടുള്ളതെന്നാണോ?
എനിക്ക് അത് പറയാൻ അറിഞ്ഞുകൂടെ. എനിക്കറിയാമെന്ന് ഇപ്പോൾ എന്നെ ഞാൻ ആക്കിയത് ഈ ജോലിയാണ്. തീർച്ചയായിട്ടും എനിക്ക് ഈ അവസരങ്ങൾ തന്നത് മുഴുവൻ അങ്ങനെയാണ് ഞാൻ ആയത്. അതായത് ഞാൻ സെക്രട്ടേറിയറ്റിൽ ഒരു അസിസ്റ്റൻ്റായിട്ട് വരുമ്പോൾ ഞാൻ കുറച്ച് ഈ കൂടുതൽ എഫേർട്ട് ഇടുന്ന ആളാണ്. ഈ എന്താണ് ചിലപ്പം ഈ പെട്ടെന്ന് ഇങ്ങനെ ചാടിയൊക്കെ നിൽക്കുന്ന ഒരാളാണ്. അതുണ്ട് എനിക്ക്. പക്ഷെ അതെൻ്റെ ബർത്തിലുള്ള സാധനം. പക്ഷെ അതല്ല എന്നെ ഞാനാക്കിയത് എനിക്ക് കിട്ടിയ അവസരങ്ങളാണ്. ഇപ്പോൾ എന്നെക്കാളും എത്രയോ മിടുക്കരായിട്ടുള്ള ധാരാളം പേര് വെളിയിൽ നിൽക്കുമ്പോൾ ഒരു സാധാരണക്കാരനായ ഒരാൾക്ക് ഇത്രയും അവസരം വരുമ്പോൾ നമ്മൾ ആ അവസരങ്ങൾക്കനുസരിച്ച് ഉയരുമ്പോൾ നമുക്ക് ധാരാളം. അതേപോലെ ഇപ്പോഴുള്ളവർക്കും അത് തന്നെയാണ്. പക്ഷേ അന്നത്തെ ആൾക്കാരും ഇന്നത്തെ ആൾക്കാരും തമ്മിൽ വ്യത്യാസം എനിക്ക് പറയാം. നമ്മളെപ്പോഴും ഈ തലമുറ ഡിവൈഡ് പറയും. അത് എത്രത്തോളം എല്ലാ തലമുറയും പറയുന്നത് ആയതുകൊണ്ട് ഒരു ക്ലീഷേ ആയിപ്പോയ സാധനം ആയതുകൊണ്ട് ഇപ്പോഴത്തെ തലമുറയിൽ എന്ത് മാറ്റമാണെന്ന് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ തലമുറയിലെ ഏറ്റവും വലിയ മാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ടെക്നോളജിക്കൽ സ്കിൽഡാണ്. അത് അവർക്ക് ഭയങ്കര ഗുണം ചെയ്യും. ഹാർഡ് വർക്ക് ചെയ്യാനുള്ള ഒരു മനസ്സ് കൂടെ ഉണ്ടാവണമെന്നേ ഉള്ളൂ. അത് പക്ഷെ അന്നും ഇന്നും ഹാർഡ് വർക്ക് ചെയ്യുന്നവരുണ്ട്, ഹാർഡ് വർക്ക് ചെയ്യാത്തവരുണ്ട്. അങ്ങനെ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ എടാ ഇതാണ് നമ്മുടെ ഒരു ജോബ് പ്രൊഫൈൽ വരുന്നത്. നിങ്ങൾ സെക്രട്ടറി അസിസ്റ്റന്റ് നാളെ കയറുമ്പോൾ നിങ്ങൾക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ മിനിസ്റ്റർ വരെ എന്ത് ചെയ്യാം, നമ്മളെ പിടിച്ച് അടുത്ത് വരുത്തിയെല്ലാം ചെയ്യാം. അപ്പോൾ ആ ഒരു മേലോട്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് പോകാൻ പറ്റും. അതിൻ്റെ ജോബ് പ്രൊഫൈൽ നമുക്ക് മനസ്സിലാക്കി. പിന്നെ അത് കഴിഞ്ഞടുത്ത് എവിടെയൊക്കെ നമുക്ക് അവസരങ്ങളുണ്ട് ആ സാധനങ്ങളെല്ലാം നമുക്ക് മനസ്സിലാക്കി. പിന്നെ സാറിന് നമ്മുടെ പിള്ളേരോട് എന്താ പറയാനുള്ളത്? നിങ്ങൾ എന്താണോ ആയിത്തീരാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ അതിനു വേണ്ടി പ്രയത്നിച്ചാൽ നിങ്ങൾ അത് തന്നെയാകും. ഈ പൗലോ കോയിലൊക്കെ പറയുന്ന ഒരു സാധനം ഞാൻ പറയുന്നു എന്ന് വിചാരിക്കരുത്. ശരിക്കും അത് യൂണിവേഴ്സൽ ട്രൂത്ത് ആയതുകൊണ്ട് പറയുന്നത്. നമ്മുടെ ലിമിറ്റ് ചെയ്യുന്നത് നമ്മുടെ ചിന്തയാണ്. ലോകത്തിൻ്റെ എല്ലാം ചിന്തയിൽ നിന്നാണ് ആരംഭിക്കുന്നത്. അപ്പം നിങ്ങളെപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ചിന്തയെ ഹയറിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു അത് സംഭവിച്ചിരിക്കും. അതാണ് യാഥാർത്ഥ്യം. ഇത് ഒരു 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 വെറും വാക്കല്ല, ഇത് പരമമായ സത്യമാണ്. കാരണം ലോകത്തെന്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിലും ആദ്യം അത് ചിന്തയിലാണ് സംഭവിച്ചിട്ടുള്ളത്. ചിന്തയാണ് അതിനെ മെറ്റീരിയലൈസ് ചെയ്യുന്ന സാധനമായി മാറുന്നത്. നിങ്ങളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നിങ്ങളെ ചിന്തയെ ലിമിറ്റ് ചെയ്യാതിരിക്കുക, ആരുടെയും ചിന്തയെ ലിമിറ്റ് ചെയ്യാതിരിക്കുക. പിന്നെ നിങ്ങൾ ഇപ്പോൾ ഈ ജോലിക്ക് ശ്രമിക്കുന്ന ആൾക്കാരെന്നുള്ള നിലയിൽ നിങ്ങൾ കൊച്ചു കുട്ടികളോടും നിങ്ങളത് പറയുക. വലിയ സ്വപ്നങ്ങൾ കാണാൻ ശ്രമിക്കുക. സ്വപ്നം എന്ന് പറയുന്നത് ശരിക്കും രാത്രി ഉറങ്ങുമ്പോഴല്ല എന്നുള്ള APJ പറഞ്ഞിട്ടുണ്ട്. അത് സത്യമാണ്. ഉറങ്ങുമ്പോഴുള്ള അല്ല സ്വപ്നം. പക്ഷേ വലിയ സ്വപ്നങ്ങൾ കണ്ടാൽ ആ സ്വപ്നം യാഥാർത്ഥ്യമാകും. പിന്നെ ഇപ്പോൾ നിങ്ങൾ ഈ ജോലിക്ക് ശ്രമിക്കുകയാണ്. സെക്രട്ടേറിയറ്റ് ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഗവൺമെൻറ്റിനകത്തൊരു ജോലി വളരെ നല്ല ഓപ്പർച്യൂണിറ്റിയാണ്. ഓപ്പർച്യൂണിറ്റി എന്ന് വെച്ചാൽ ടു സെർവ് അതേഴ്സ്, ടു ഗ്രോ, അതും ഭയങ്കര ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. പക്ഷെ അതുപോലെ തന്നെ എന്തുമായി തീരാൻ നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റും. നിങ്ങൾ പരിശ്രമിക്കുക, നിങ്ങൾ സ്വപ്നം കാണുക, പരിശ്രമിക്കുക, ഉറങ്ങാതെ പരിശ്രമിക്കുക. അതായത് 5-10 മണിക്കൂർ കൊണ്ടൊന്നും ആരും ഒരിടത്തും എത്തുകയില്ല ജീവിതത്തിൽ. നിങ്ങൾക്കൊരു മാറ്റം വരണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഏത് സ്ഥാപനത്തിൻ്റെയും ആൾക്കാർ ഉടമസ്ഥർ ചെയ്യുന്നത് പോലെ 15-16 മണിക്കൂർ വർക്ക് ചെയ്യാൻ തയ്യാറാവുക. വർക്ക് ചെയ്താൽ ആ വർക്ക് അതിൻ്റെ റിസൾട്ട് നിങ്ങളെ തേടിയെത്തിയിരിക്കും. 100% ഉറപ്പാണ്. അപ്പോൾ വരാൻ പോകുന്ന നോട്ടിഫിക്കേഷൻസ് എല്ലാവരും മാഞ്ഞു പിടിക്കുക. എല്ലാവരും കഷ്ടപ്പെട്ട് തന്നെ എന്ത് ചെയ്യുന്നു ഒരു പൊസിഷൻ എത്തിയത്. സോ മെനക്കെടുക, എഫേർട്ട് കൊടുക്കുക, ആ ഒരു പൊസിഷനിലേക്ക് പോവുക. അപ്പോൾ സാറേ എല്ലാവർക്കും നന്നായിട്ട് പഠിച്ചോളാം. എല്ലാവർക്കും താങ്ക്സ്.